നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഉപയുക്തത എന്താണെന്നാണ് പറഞ്ഞു നിർത്തിയത്. യൂട്ടിലിറ്റി അല്ലെ, അതിനകത്ത് കാർഡിനൽ യൂട്ടിലിറ്റിയും ഓർഡിനൽ യൂട്ടിലിറ്റിയും റിവീൽഡ് പ്രിഫറൻസ് സിദ്ധാന്തം എന്താണെന്നൊക്കെ നമ്മൾ പഠിച്ചു കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. എന്താണ് ഉപയുക്തത എന്തായിരുന്നു എന്ന് ഓർത്ത് നോക്കിയേ. മനുഷ്യന്റെ ആഗ്രഹങ്ങളെ തൃപ്തിപ്പെടുത്താനുള്ള ഒരു സാധനത്തിന്റെയോ സേവനത്തിന്റെയോ കഴിവിനെയാണ് ഉപയുക്തത എന്ന് പറയുന്നത് അല്ലെ. അവിടം വരെയാണ് നമ്മൾ പറഞ്ഞു നിർത്തിയത്. ഇനി ഉപയുക്തതയുടെ അളവുകൾ നോക്കുകയാണ്. നമുക്ക് പ്രധാനമായിട്ടും രണ്ട് അളവുകളുണ്ട്: മൊത്തം ഉപയുക്തത, അതുപോലെ സീമാന്ത ഉപയുക്തത. നമുക്ക് HSAയുടെ എക്കണോമിക്സിലെ സിലബസിൽ എടുത്തു പറയുന്ന പ്രധാനപ്പെട്ട രണ്ട് ടോപ്പിക്കാണ്, ഒഴിവാക്കാൻ പറ്റത്തില്ല. ഉപയുക്തതയുടെ രണ്ട് അളവുകൾ: ഒന്ന് മൊത്തം ഉപയുക്തത, ടോട്ടൽ യൂട്ടിലിറ്റി എന്ന് പറയാം. ഒന്നുമില്ല, വളരെ സിമ്പിളാണ്, ആ പേരിനകത്ത് തന്നെ ഉണ്ട്. മൊത്തം ഉപയുക്തത എന്ന് പറഞ്ഞാൽ ഒരു നിശ്ചിത അളവിലുള്ള സാധനത്തിന്റെ ഉപയോഗത്തിൽ നിന്നും ഒരു ഉപഭോക്താവിന് ലഭിക്കുന്ന മൊത്തം സംതൃപ്തിയെ ടോട്ടൽ യൂട്ടിലിറ്റി എന്ന് പറയാം. മനസ്സിലായോ? ഒരു നിശ്ചിത അളവിലുള്ള സാധനത്തിന്റെ ഉപയോഗത്തിൽ നിന്ന്, ഒരു സാധനം ഉപയോഗിക്കുമ്പോൾ അതിൽ നിന്നൊരു ഉപഭോക്താവിന് ലഭിക്കുന്ന മൊത്തം സംതൃപ്തി, ടോട്ടൽ സംതൃപ്തിയെ ആണ് നമ്മൾ എന്ത് പറയുന്നത്? ടോട്ടൽ യൂട്ടിലിറ്റി എന്ന് പറയുന്നത്. അതേപോലെ സീമാന്ത ഉപയുക്തതയുണ്ട്, മാർജിനൽ യൂട്ടിലിറ്റി എന്ന് പറയും. സീമാന്ത എന്ന് പറഞ്ഞാൽ മാർജിനൽ എന്നാണ് അതിന്റെ ഒരു മീനിങ്. അധികം എന്നൊരു വാക്കാണ് സീമാന്തം. അപ്പോൾ ഒരു സാധനത്തിന്റെ ഒരു അധിക യൂണിറ്റ് ഉപയോഗിക്കുന്നത് മൂലം മൊത്തം ഉപയുക്തതയിൽ ഉണ്ടാകുന്ന ഒരു മാറ്റമാണ് മാർജിനൽ യൂട്ടിലിറ്റി എന്ന് പറയുന്നത്, സീമാന്ത ഉപയുക്തത എന്ന് പറയുന്നത്. മനസ്സിലായല്ലോ? ഓക്കെ. അപ്പോൾ ഒരു സാധനത്തിന്റെ ഒരു അധിക യൂണിറ്റ് ഉപയോഗിക്കുന്നത് മൂലം മൊത്തം ഉപയുക്തതയിൽ ഉണ്ടാകുന്ന മാറ്റമാണ് സീമാന്ത ഉപയുക്തത അല്ലെങ്കിൽ മാർജിനൽ യൂട്ടിലിറ്റി. ഓക്കെ ആണല്ലോ ഇത്രയും കാര്യങ്ങൾ. ഇനി നമ്മൾ ആ ഒരു പട്ടിക, ഇവിടെ ഒരു പട്ടിക ഷെഡ്യൂൾ കൊടുത്തിട്ടുണ്ട്. അതിനകത്ത് 6 യൂണിറ്റുകളും അതുപോലെ ടോട്ടൽ യൂണിറ്റ്, മാർജിനൽ യൂട്ടിലിറ്റി എന്ന് പറയുന്ന 2 കോളം കൂടി നമ്മൾ കൊടുത്തിട്ടുണ്ട്. ആ ഒരു ഷെഡ്യൂൾ കൊടുത്തിട്ടുള്ള ഇങ്ങനെയാണ്: ഒന്നാമത്തെ യൂണിറ്റ് നമ്മൾ ഉപയോഗിക്കുമ്പം നമുക്ക് കിട്ടുന്ന ടോട്ടൽ യൂട്ടിലിറ്റി എന്ന് പറയുന്നത് 10 ആണ് നമുക്ക് കിട്ടുന്ന ആ ഒരു ഒന്നാമത്തെ യൂണിറ്റിൽ നിന്നും നമുക്ക് കിട്ടുന്ന ടോട്ടൽ യൂട്ടിലിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ മാർജിനൽ യൂട്ടിലിറ്റിയും എത്ര തന്നെ ആയിരിക്കും? 10 ആയിരിക്കും. ഇനി രണ്ടാമത്തെ യൂണിറ്റിലേക്ക് വരുമ്പം നമുക്ക് ടോട്ടൽ യൂട്ടിലിറ്റി എന്ന് പറയുന്നത് 18 ആണ്. അപ്പോൾ അവിടുത്തെ മാർജിനൽ യൂട്ടിലിറ്റി എന്ന് പറയുന്നത് 18ൽ നിന്നും 10 കുറയ്ക്കുന്നതായിരിക്കും. അതായത് രണ്ടാമത്തെ യൂണിറ്റിലെ മൊത്തം ഉപയുക്തതയിൽ നിന്നും ഒന്നാമത്തെ യൂണിറ്റിലെ മൊത്തം ഉപയുക്തത കുറയ്ക്കുമ്പോൾ നമുക്ക് ലഭിക്കുന്നുണ്ട്? സീമാന്ത ഉപയുക്തത നമുക്ക് ലഭിക്കുന്നുണ്ട്. അങ്ങനെ ഓരോ യൂണിറ്റിലേക്ക് നോക്കിയാൽ മതി. മൂന്നാമത്തെ യൂണിറ്റിലേക്ക് വരുമ്പോൾ നമുക്ക് 22 ടോട്ടൽ യൂട്ടിലിറ്റി. അപ്പോൾ അവിടുത്തെ മാർജിനൽ യൂട്ടിലിറ്റി, സീമാന്ത ഉപയുക്തത എന്ന് പറയുന്നത് എത്രയാണ്? 22ൽ നിന്നും 18 കുറച്ച് നമുക്ക് 4 കിട്ടും. ഓക്കെ. നാലാമത്തെ യൂണിറ്റ് എന്ന് പറയുന്നത് നമുക്ക് ടോട്ടൽ യൂട്ടിലിറ്റി 24 ലഭിച്ചിട്ടുള്ളത്. അപ്പം നമ്മുടെ മാർജിനൽ യൂട്ടിലിറ്റി എത്രയാണ്? 2 മാറും അല്ലേ. അതായത് 24ൽ നിന്ന് 22 കുറയ്ക്കുന്നു. അഞ്ചാമത്തെ യൂണിറ്റിലേക്ക് വരുമ്പോൾ നമ്മുടെ ടോട്ടൽ യൂട്ടിലിറ്റി എന്താണ്? 24 തന്നെ നിൽക്കുകയാണ്. അപ്പോൾ അവിടുത്തെ മാർജിനൽ യൂട്ടിലിറ്റി എത്രയാവും? 0 ആവും. ഇനി നമ്മളെ ആറാമത്തെ യൂണിറ്റിലേക്ക് വരുമ്പോൾ ടോട്ടൽ യൂട്ടിലിറ്റി കുറയുകയാണ്, 22ലേക്ക് കുറഞ്ഞു. കാരണം നമ്മളിപ്പോൾ ഒരു സാധനം നമ്മൾ വാങ്ങുകയാണ്. നമുക്ക് ടോട്ടൽ യൂട്ടിലിറ്റി എന്ന് പറയുമ്പോൾ നമ്മൾ പറഞ്ഞു മൊത്തം ഉപയുക്തത, അതായത് ഒരു ഉപഭോക്താവിന് പൂർണ്ണ സംതൃപ്തി ലഭിക്കുന്ന ഒരു സാധനം നമ്മൾ കഴിക്കുവാണെങ്കിൽ, ഇപ്പം നമ്മൾ ഒരു ആപ്പിൾ കഴിക്കുകയാണെങ്കിൽ, ഇപ്പം നമുക്ക് ഒരു ആപ്പിൾ കഴിക്കുമ്പോൾ നമുക്ക് എന്താണ്? പൂർണ്ണ സംതൃപ്തി കിട്ടി. പിന്നെ നമ്മൾ അടുത്ത ആപ്പിൾ കഴിക്കേണ്ട ആവശ്യമില്ല. ചുമ്മാ കഴിച്ചാൽ തന്നെ നമുക്ക് എന്താണ്? അതിനോടുള്ള ഒരു ഇത് കുറയുമില്ല. നമ്മുടെ ആ ടേസ്റ്റും പ്രിഫറൻസ് കാര്യങ്ങളൊക്കെ നമുക്ക് എന്താണ്? അതിനോട് കുറയുകയാണ്. അപ്പം നമുക്ക് എന്താണ്? മാർജിനൽ യൂട്ടിലിറ്റി അവിടെ കുറഞ്ഞു വരും. അത്രയും ചിന്തിച്ചാൽ മതി. അപ്പം ആറാമത്തെ യൂണിറ്റ് എടുക്കുന്ന സമയത്ത് എന്താണ്? ടോട്ടൽ യൂട്ടിലിറ്റി 22 കുറഞ്ഞു. അപ്പോൾ മാർജിനൽ യൂട്ടിലിറ്റി എന്തായി? -ആയി, നെഗറ്റീവായി അല്ലേ. അപ്പം -2 മാറി. അതാണ് ആ ഒരു കർവിലേക്ക് നമ്മൾ മാറ്റുമ്പോൾ, അല്ലെങ്കിൽ നമ്മളൊരു ഗ്രാഫ് വരച്ച് നമ്മൾ ആ കർവുകൾ രേഖപ്പെടുത്തുമ്പോൾ മൊത്തം ഉപയുക്തതയും സീമാന്ത ഉപയുക്തതയും നമ്മളൊരു ബന്ധമാണ് നമ്മളുടെ ആ ഒരു കർവിനകത്ത് കാണിച്ചിട്ടുള്ളത്. അത് നമുക്ക് ഒരു ക്വസ്റ്റ്യൻ വരാം, അത് നമുക്ക് പറയാം. അപ്പോൾ ഈ ഒരു കർവിലുള്ള കാര്യങ്ങൾ നമ്മളൊന്ന് മനസ്സിലാക്കി വെച്ചേക്കണം. മൊത്തം ഉപയുക്തതയും ടോട്ടൽ യൂട്ടിലിറ്റിയും അതേപോലെ സീമാന്ത ഉപയുക്തതയും, അതായത് മാർജിനൽ യൂട്ടിലിറ്റി നമ്മളോട് ഒരു ബന്ധമാണ് നമ്മൾ ഈ ഒരു ഗ്രാഫിൽ കാണിച്ചിരിക്കുന്നത്. മൊത്തം ഉപയുക്തത കുറഞ്ഞ അളവിൽ വർദ്ധിക്കുമ്പോൾ സീമാന്ത ഉപയുക്തത എന്ത് ചെയ്യുന്നു? കുറയുന്നു. അതായത് ഇവിടെ 10 എന്ന് പറയുന്ന ആ യൂണിറ്റിലേക്ക് നമ്മൾ നോക്കുകയാണെങ്കിൽ 10ൽ നിന്നും ആ ഒരു ഗ്രാഫ് താഴേക്ക് വന്നിട്ടുള്ള ഗ്രാഫാണ് എന്തെന്ന് പറയുന്നത്? കർവാണ് എന്തെന്ന് പറയുന്നത്? മാർജിനൽ യൂട്ടിലിറ്റി എന്ന് പറയുന്നത്. 10ൽ നിന്നും സ്റ്റാർട്ട് ചെയ്തിരിക്കുന്ന ആ മുകളിലേക്ക് പോയിട്ട് താഴേക്ക് വന്നിരിക്കുന്ന കർവാണ് ടോട്ടൽ യൂട്ടിലിറ്റി. അതായത് മൊത്തം ഉപയുക്തത കുറഞ്ഞ അളവിൽ വർദ്ധിക്കുമ്പോൾ എന്ത് സംഭവിക്കുന്നു? സീമാന്ത ഉപയുക്തത എന്താണ് ചെയ്യുന്നത്? താഴേക്ക് വരികയാണ് ചെയ്യുന്നത്. അതേപോലെ മൊത്തം ഉപയുക്തത പരമാവധിയിലാകുമ്പോൾ സീമാന്ത ഉപയുക്തത എത്രയാവുന്നുണ്ട്? 0 ആകുന്നുണ്ട്. അതേപോലെ മൊത്തം ഉപയുക്തത കുറയുകയാണെങ്കിൽ, താഴോട്ട് വരുമ്പോൾ എന്ത് സംഭവിക്കുന്നുണ്ട്? സീമാന്ത ഉപയുക്തത നെഗറ്റീവിലേക്ക് പോകുന്നുണ്ട്. അപ്പൊ ആ ഒരു കാര്യം നമ്മൾ അവിടെ എന്തൊക്കെയും മനസ്സിലാക്കി. അപ്പൊ ഈ ഒരു ഉപയുക്തത അളവുകളുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മൾ സീമാന്ത ഉപയുക്തത, അതേപോലെ തന്നെ
മൊത്തം ഉപയുക്തത അവർ തമ്മിലുള്ള ഒരു ബന്ധം കാണിക്കുന്ന ഒരു ഗ്രാഫ് വരയ്ക്കുമ്പോൾ അവർ തമ്മിലുള്ള ബന്ധം, ആ രണ്ട് കർവുകൾ തമ്മിലുള്ള ബന്ധം എങ്ങനെയാണെന്ന് നമുക്കൊരു ക്വസ്റ്റ്യൻ വരാം. മൊത്തം ഉപയുക്തത കുറഞ്ഞ അളവിൽ വർദ്ധിക്കുമ്പോൾ എന്ത് സംഭവിക്കുന്നു? സീമാന്ത ഉപയുക്തത എന്ത് സംഭവിക്കുന്നു? സീമാന്ത ഉപയുക്തത അവിടെ കുറയുകയാണ് ചെയ്യുന്നത്. മൊത്തം ഉപയുക്തത പരമാവധിയിലാകുമ്പോൾ സീമാന്ത ഉപയുക്തതയ്ക്ക് എന്ത് സംഭവിക്കുന്നു? 0 ആകുന്നു. മൊത്തം ഉപയുക്തത കുറയുമ്പോൾ സീമാന്ത ഉപയുക്തത എന്ത് സംഭവിക്കുന്നു? നെഗറ്റീവ് ആകുന്നു. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മൾ അതുമായിട്ട് ബന്ധപ്പെട്ട് മനസ്സിലാക്കണം. അപ്പം ഉപഭോഗം കൂടുന്നതിനനുസരിച്ച് കൊണ്ട് സീമാന്ത ഉപയുക്തത എന്ത് സംഭവിക്കുന്നു? കുറയുന്നു എന്നാണ് ആ ഒരു നിയമം, അല്ലെങ്കിൽ ആ ഒരു അപജയ സീമാന്ത ഉപയുക്തത നിയമം എന്നാണ് അതിന് പറയുന്നത്. അപ്പോൾ ഉപഭോഗം കൂടുന്നതിനനുസരിച്ച് കൊണ്ട് സീമാന്ത ഉപയുക്തത കുറയുന്നതിനെയാണ് അപജയ സീമാന്ത ഉപയുക്തത നിയമം, ലോ ഓഫ് ഡിമിനിഷിങ് മാർജിനൽ യൂട്ടിലിറ്റി എന്നാണ് അതിനെ പറയുന്നത്. ഓക്കെ, അപ്പം ഇത്രയും കാര്യങ്ങൾ മനസ്സിലാക്കിയാൽ മതി. നമ്മൾ ഉപയുക്തയുടെ രണ്ട് അളവുകളാണ് മൊത്തം ഉപയുക്തത അതുപോലെ സീമാന്ത ഉപയുക്തത. ഒരു നിശ്ചിത അളവിലുള്ള ഒരു സാധനത്തിന്റെ ഉപയോഗത്തിൽ നിന്നും ഒരു ഉപഭോക്താവിന് ലഭിക്കുന്ന മൊത്തം സംതൃപ്തിയാണ് ടോട്ടൽ യൂട്ടിലിറ്റി, മൊത്തം ഉപയുക്തത എന്ന് പറയുന്നത്. സീമാന്ത ഉപയുക്തത എന്ന് പറഞ്ഞാൽ ഒരു സാധനത്തിന്റെ ഒരു അധിക യൂണിറ്റ് ഉപയോഗിക്കുന്ന മൂലം മൊത്തം ഉപയുക്തതയിൽ ഉണ്ടാകുന്ന മാറ്റത്തെയാണ് മാർജിനൽ യൂട്ടിലിറ്റി അല്ലെങ്കിൽ സീമാന്ത ഉപയുക്തത എന്ന് പറയുന്നത്. അപ്പൊ നമ്മളിവിടെ ഒരു ഷെഡ്യൂൾ നോക്കി, അതനുസരിച്ച് നമ്മളൊരു ഗ്രാഫ് വരച്ചു, രണ്ട് കർവുകൾ എങ്ങനെയൊക്കെയാണ് പോകുന്നത് നമ്മൾ മനസ്സിലാക്കി. അതേപോലെ നമ്മൾ ഇനി നിസ്സംഗതാ വക്രം അല്ലെങ്കിൽ ഉദാസീനതാ വക്രം, ഇൻഡിഫറൻസ് കർവ് എന്ന് പറയും. നിസ്സംഗതാ വക്രം അല്ലെങ്കിൽ ഉദാസീനതാ വക്രം, ഇത് നമ്മുടെ സിലബസിൽ കൊടുത്തിട്ടുള്ള ഒരു സംഭവമാണ്. അപ്പൊ അതെന്താണെന്ന് നോക്കാം. ഒരു ഉപഭോക്താവിന് തുല്യ സംതൃപ്തി നൽകുന്ന രണ്ട് സാധനങ്ങളുടെ വിവിധ സംയോഗങ്ങൾ ചേർന്ന ബിന്ദുക്കൾ യോജിപ്പിച്ച് വരയ്ക്കുന്ന രേഖയാണ് നിസ്സംഗതാ വക്രം അല്ലെങ്കിൽ ഉദാസീനതാ വക്രം എന്ന് പറയുന്നത്, ഇൻഡിഫറൻസ് കർവ്. ഒരു ഉപഭോക്താവിന് തുല്യ സംതൃപ്തി നൽകുന്ന രണ്ട് സാധനങ്ങളുടെ വിവിധ സംയോഗങ്ങൾ ചേർന്ന ബിന്ദുക്കൾ യോജിപ്പിച്ച് വരയ്ക്കുന്ന രേഖയാണ് നിസ്സംഗതാ വക്രം അല്ലെങ്കിൽ ഉദാസീനതാ വക്രം. ഒരു ഉപഭോക്താവിന് രണ്ട് ഉപഭോഗ ബണ്ടിലുകൾ ഒരുപോലെ സംതൃപ്തി നൽകുന്നുവെങ്കിൽ അയാൾ ആ ബണ്ടിലുകൾക്കിടയിൽ നിസ്സംഗനാണെന്ന് പറയാം അല്ലെങ്കിൽ ഉദാസീനനാണെന്ന് പറയാം. ഓക്കെ, നിസ്സംഗത എന്നതുകൊണ്ട് വ്യത്യാസമില്ലാത്തൊരവസ്ഥ എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ. ഓക്കെ, അപ്പൊ നമ്മൾ ഇവിടെ ഒരു ഗ്രാഫ് വരച്ചിട്ടുണ്ട്. ആ ഗ്രാഫാണ് നിസ്സംഗതാ വക്രം അല്ലെങ്കിൽ ഉദാസീനതാ വക്രം എന്ന് പറയുന്നത്. ആ ഒരു ഗ്രാഫിൽ നമ്മൾ നോക്കുക, എ മുതൽ ബി വരെ, ആ എ ബി എന്ന് പറയുന്ന ആ നിസ്സംഗതാ വക്രത്തിലെ രണ്ട് ബിന്ദുക്കളാണ്. ഈ ബിന്ദുക്കൾക്കിടയിൽ ഉപഭോക്താവ് എന്താണ്? നിസ്സംഗനാണ് അല്ലെങ്കിൽ ഉദാസീനനാണ്. അതായത് ഒരേ തലത്തിലുള്ള സംതൃപ്തിയാണ് ഈ എയ്ക്കും ബിക്കും ഉള്ളിൽ ആർക്ക് ലഭിക്കുന്നത്? ഉപഭോക്താവിന് ലഭിക്കുന്നത്. അതുപോലെ തന്നെ x1 y2 x2 y1 എന്നീ ഉപഭോഗ ബണ്ടിലുകൾ ഉപഭോക്താവിന് എന്ത് നൽകുന്നുണ്ട്? തുല്യ സംതൃപ്തി നൽകുന്നുണ്ട്. എ മുതൽ ബി വരെയുള്ള ബണ്ടിലുകളെ കാര്യക്ഷമമായ ബണ്ടിലുകൾ എന്നാണ്, അല്ലെങ്കിൽ എഫിഷ്യന്റ് ബണ്ടിൽസ് എന്നാണ് എ ബി ബണ്ടിലുകളെ അറിയപ്പെടുന്നത് അല്ലെങ്കിൽ വിളിക്കുന്നത്. സി എന്ന ബിന്ദുവിലെ ബണ്ടിൽ എന്ന് പറയുന്നത്, സി എന്ന ബിന്ദുവിൽ എന്ന് പറയുമ്പോൾ മുകളിലാണ്, അതായത് നിസ്സംഗതാ വക്രത്തിന് പുറത്താണ് സി എന്ന ബിന്ദു എന്ന് പറയുന്നത്. ആ സി എന്ന ബിന്ദുവിലെ ആ ബണ്ടിൽ നിസ്സംഗതാ വക്രത്തിന് പുറത്താണ്. നിസ്സംഗതാ വക്രത്തിന് പുറത്തായുള്ള ഏതൊരു ബണ്ടിലിനെയും മേന്മ കൂടിയ ബണ്ടിൽ, പ്രിഫറഡ് ബണ്ടിൽസ് എന്നാണ് വിളിക്കുന്നത്. അതേപോലെ നിസ്സംഗതാ വക്രത്തിന് താഴെയുള്ള ഏതൊരു ബണ്ടിലിനെയും മേന്മ കുറഞ്ഞ ബണ്ടിൽ എന്നും വിളിക്കുന്നുണ്ട്. അപ്പൊ അത്രയും കാര്യങ്ങളൊന്ന് നിസ്സംഗതാ വക്രവുമായിട്ട് നമ്മൾ ബന്ധപ്പെട്ട് മനസ്സിലാക്കി വെച്ചേക്കണം. ഒന്നുകൂടെ പറയാം, ഒരു ഉപഭോക്താവിന് തുല്യ സംതൃപ്തി നൽകുന്ന രണ്ട് സാധനങ്ങളുടെ വിവിധ സംയോഗങ്ങൾ ചേർന്ന ബിന്ദുക്കളെ യോജിപ്പിച്ച് വരയ്ക്കുന്ന രേഖയാണ് നിസ്സംഗതാ വക്രം അല്ലെങ്കിൽ ഉദാസീനതാ വക്രം, ഇൻഡിഫറൻസ് കർവ് എന്ന് പറയുന്നത്. ഒരു ഉപഭോക്താവിന് രണ്ട് ഉപഭോഗ ബണ്ടിലുകൾ ഒരുപോലെ സംതൃപ്തി നൽകുകയാണെങ്കിൽ അയാൾ ആ ബണ്ടിലുകൾക്കിടയിൽ എന്താണെന്ന് പറയാം? നിസ്സംഗനാണ് അല്ലെങ്കിൽ ഉദാസീനനാണെന്ന് നമുക്ക് പറയാം. ആ ഗ്രാഫിൽ നിന്ന് നമുക്കത് മനസ്സിലാക്കാം. എ ബി എന്ന് പറയുന്ന രണ്ട് നിസ്സംഗതാ വക്രത്തിന്റെ രണ്ട് ബിന്ദുക്കളാണ്. ആ ബിന്ദുക്കൾക്കിടയിൽ ഉപഭോക്താവ് എന്താണ്? നിസ്സംഗനാണ്. അതായത് ഒരേ തലത്തിലുള്ള സംതൃപ്തിയാണ് ആ ഒരു ഉപഭോക്താവിന് ലഭിക്കുന്നത്. നമ്മൾ പറഞ്ഞു x1 y2 അതുപോലെ x2 y1 എന്നീ ഉപഭോഗ ബണ്ടിലുകൾ ഉപഭോക്താവിന് എന്ത് നൽകുന്നുണ്ട്? തുല്യ സംതൃപ്തി നൽകുന്നുണ്ട്. എ ബി ബണ്ടിലുകളെ കാര്യക്ഷമമായ ബണ്ടിലുകൾ അല്ലെങ്കിൽ എഫിഷ്യന്റ് ബണ്ടിൽസ് എന്നാണ് വിളിക്കുന്നത്. സി എന്ന ബിന്ദു എന്ന് പറയുന്നത് ബണ്ടിൽ ആ നിസ്സംഗതാ വക്രത്തിന് പുറത്താണ്. നിസ്സംഗതാ വക്രത്തിന് പുറത്തുള്ള ഏതൊരു ബണ്ടിലിനെയും മേന്മ കൂടിയ ബണ്ടിൽ എന്നാണ് വിളിക്കുന്നത്. അതേപോലെ നിസ്സംഗതാ വക്രത്തിന് താഴെയുള്ള ഏത് ബണ്ടിലിനെയും, ആ ഡി എന്ന് പറയുന്ന ബണ്ടിലാണ് അവിടെ നിസ്സംഗതാ വക്രത്തിന് താഴെയുള്ളത്, ആ ഡി എന്ന ബിന്ദു അല്ലെങ്കിൽ ഡി എന്ന ആ മേന്മ കുറഞ്ഞ ബണ്ടിലിനെയാണ് ഡി ആയിട്ട് അവിടെ നമ്മൾ സൂചിപ്പിക്കുന്നത്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നിസ്സംഗതാ വക്രമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾ മനസ്സിലാക്കി വെച്ചേക്കേണ്ടത്. അതേപോലെ സീമാന്ത പ്രതിസ്ഥാപന നിരക്ക് എന്താണെന്ന് മനസ്സിലാക്കണം. എല്ലാം നിങ്ങൾ ആ ഒരു കാര്യങ്ങൾ, ആ നോട്ട്സ് നിങ്ങൾ പക്കായിട്ട് എഴുതി സൂക്ഷിച്ചു വെക്കണം. ഓരോ പറയുന്ന പോയിന്റുകളും മനസ്സിലാക്കി തന്നെ എഴുതി വെക്കണം. അത് സീമാന്ത പ്രതിസ്ഥാപന നിരക്ക് എന്താണെന്ന് മനസ്സിലാക്കാം. മാർജിനൽ റേറ്റ് ഓഫ് സബ്സ്റ്റിറ്റ്യൂഷൻസ്, MRS എന്ന് പറയും. സീമാന്ത പ്രതിസ്ഥാപന നിരക്ക്.
ഒരു നിസ്സംഗതാ വക്രത്തിൽ, നമ്മൾ നേരത്തെ വരച്ചിട്ടുള്ള നിസ്സംഗതാ വക്രത്തിൽ സാധനം 1ന്റെ അളവ് 1 യൂണിറ്റ് കൂടുമ്പോൾ സാധനം 2ന്റെ അളവ് അതേ നിരക്കിൽ കുറയുന്നു. സാധനം 1ന്റെ കൂടുതൽ യൂണിറ്റുകൾ ലഭിക്കണമെങ്കിൽ സാധനം 2ന്റെ ചില യൂണിറ്റുകൾ ത്യജിക്കേണ്ടതായിട്ട് വരും. നമുക്കറിയാം, 2 സാധനങ്ങൾ നമുക്ക് ഒരുപോലെ സംതൃപ്തി നൽകുന്ന 2 സാധനങ്ങളാണ്. അപ്പം ഒന്നാമത്തെ സാധനം ഇച്ചിരി അധികം വാങ്ങണമെങ്കിൽ നമ്മൾ രണ്ടാമത്തെ സാധനത്തിന്റെ ചില അളവുകളൊക്കെ ത്യജിക്കേണ്ടതായിട്ട് വരും. അത് നമുക്ക് അറിയാവുന്ന കാര്യമാണ് അല്ലെ. ചിലത് നഷ്ടപ്പെടുത്തിയാൽ നമുക്ക് ചിലത് നേടാൻ പറ്റത്തുള്ളൂ. അപ്പം സാധനം 1ന്റെ കൂടുതൽ യൂണിറ്റുകൾ ലഭിക്കണമെങ്കിൽ നമ്മൾ എന്ത് വേണം? നമ്മൾ സാധനം 2ന്റെ ചില യൂണിറ്റുകൾ ത്യജിക്കേണ്ടി വരും. അങ്ങനെ ത്യജിക്കുന്ന സാധനത്തിന്റെ അളവും നേടുന്ന സാധനത്തിന്റെ അളവും തമ്മിലുള്ള അനുപാതത്തിന്റെ കേവല മൂല്യമാണ് പ്രതിസ്ഥാപന നിരക്ക് അല്ലെങ്കിൽ സീമാന്ത പ്രതിസ്ഥാപന നിരക്ക് എന്ന് പറയുന്നത്. ഒന്ന് മനസ്സിലാക്കി വെച്ചിരുന്നാൽ മതി. ഇപ്പൊ എന്താണ് എന്ന് ചോദിച്ചാൽ, ഇത് ഇപ്പൊ നമുക്കൊരു സ്റ്റേറ്റ്മെന്റ് ആയിട്ട് തന്നിട്ട് ഇത് എന്താണെന്ന് ചോദിച്ചാൽ അറിഞ്ഞിരിക്കണം, അത്രേ ഉള്ളൂ. ഒന്നുകൂടെ പറയാം, സീമാന്തം എന്ന് പറഞ്ഞാൽ അധികമാണെന്ന് നമ്മൾ ആൾറെഡി പറഞ്ഞു. സീമാന്ത പ്രതിസ്ഥാപന നിരക്ക് എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ മാർജിനൽ റേറ്റ് ഓഫ് സബ്സ്റ്റിറ്റ്യൂഷൻ എന്ന് പറഞ്ഞാൽ, സബ്സ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുമ്പോൾ നമുക്ക് മനസ്സിലാവും, കാര്യം നമുക്ക് പിടികിട്ടും. ഒരു നിസ്സംഗതാ വക്രത്തിൽ സാധനം 1ന്റെ അളവ് 1 യൂണിറ്റ് കൂടുമ്പോൾ സാധനം 2ന്റെ അളവ് അതേ നിരക്കിൽ കുറയുകയാണ് ചെയ്യുന്നത്. അങ്ങനെ സാധനം 1ന്റെ കൂടുതൽ യൂണിറ്റുകൾ നമുക്ക് ലഭിക്കണമെങ്കിൽ സാധനം 2ന്റെ ചില യൂണിറ്റുകൾ എന്ത് ചെയ്യുന്നു? ത്യജിക്കേണ്ടി വരുന്നു. അങ്ങനെ ത്യജിക്കുന്ന സാധനത്തിന്റെ അളവും നേടുന്ന സാധനത്തിന്റെ അളവും തമ്മിലുള്ള അനുപാതത്തിന്റെ കേവല മൂല്യമാണ് എന്ന് പറയുന്നത് പ്രതിസ്ഥാപന നിരക്ക് അല്ലെങ്കിൽ സീമാന്ത പ്രതിസ്ഥാപന നിരക്ക്. രണ്ടും പറയാം, പ്രതിസ്ഥാപന നിരക്കെന്നോ സീമാന്ത പ്രതിസ്ഥാപന നിരക്ക് എന്നൊക്കെ നമുക്ക് വിശേഷിപ്പിക്കാം. ഇതുകൊണ്ടാണ് അല്ലെങ്കിൽ ഇതുമൂലമാണ് നിസ്സംഗതാ വക്രം എന്ത് ചെയ്യുന്നത്? താഴേക്ക് ചരിഞ്ഞിരിക്കുന്നത്. അതേപോലെ മോണോട്ടോണിക് പ്രിഫറൻസ് എന്താണെന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം. ഏകദാന മുൻഗണന എന്ന് മലയാളത്തിൽ പറയും. ഏകദാന മുൻഗണന അല്ലെങ്കിൽ മോണോട്ടോണിക് പ്രിഫറൻസ്, ഇതെല്ലാം നമുക്ക് ഈ ഒരു ചാപ്റ്ററുമായിട്ട് അല്ലെങ്കിൽ ഈ സിലബസിൽ നമുക്ക് ഈ ടോപ്പിക്കുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന കാര്യങ്ങളാണ്. ഏകദാന മുൻഗണന അല്ലെങ്കിൽ മോണോട്ടോണിക് പ്രിഫറൻസ്. ഒരു ഉപഭോക്താവിന് കുറഞ്ഞ അളവിലുള്ള ബണ്ടിലിനേക്കാൾ കൂടുതൽ അളവിലുള്ള ബണ്ടിലോണ്ടായിരിക്കും താല്പര്യം. അപ്പോഴും നമുക്ക് അങ്ങനെയാണല്ലോ, വില കൂടിയ ആപ്പിളും അതുപോലെ തന്നെ വില കുറഞ്ഞ ആപ്പിളും, അങ്ങനെ പല രീതിയിലുള്ള ആപ്പിളുകൾ നമ്മുടെ മാർക്കറ്റിൽ അവൈലബിൾ ആണ്. അപ്പം നമുക്ക് എപ്പോഴും വില കുറഞ്ഞതിനോടോ അല്ലെങ്കിൽ കൂടുതൽ അളവ്, കൂടുതൽ കാശ് കൊടുക്കുന്നതനുസരിച്ച് കൂടുതൽ കിട്ടുന്നതിനോടായിരിക്കും നമുക്ക് താല്പര്യം. അപ്പോൾ ഒരു ഉപഭോക്താവിന് കുറഞ്ഞ അളവിലുള്ള ബണ്ടിലിനേക്കാൾ കൂടുതൽ അളവിലുള്ള ബണ്ടിലിനോടായിരിക്കും താല്പര്യം. മറ്റേ ബണ്ടിലുമായിട്ട് താരതമ്യം ചെയ്യുമ്പം ഏത് ബണ്ടിലാണോ ഒരു സാധനത്തിന്റെ അളവ് 1 യൂണിറ്റ് എങ്കിലും കൂടുതലുള്ളത്, രണ്ടാമത്തെ സാധനത്തിന്റെ അളവ് കുറയാതെ ഇരിക്കുകയും ചെയ്യുന്നത്, ആ ബണ്ടിലിനാണ് ഉപഭോക്താവ് എന്ത് ചെയ്യുന്നത്? തിരഞ്ഞെടുക്കുന്നത്. ഇതിനെയാണ് മോണോട്ടോണിക് പ്രിഫറൻസ് എന്ന് പറയുന്നത്. സിമ്പിൾ. അതേപോലെ നിസ്സംഗതാ ഭൂപടം അല്ലെങ്കിൽ ഇൻഡിഫറൻസ് മാപ്പ് എന്താന്ന് നോക്കാം. നിസ്സംഗതാ വക്രങ്ങളുടെ ഒരു കൂട്ടത്തെയാണ് എന്ത് പറയുന്നത്? നിസ്സംഗതാ ഭൂപടം എന്ന് പറയുന്നത്. അപ്പൊ ഇതൊക്കെ നമ്മളിത് മനസ്സിലാക്കി വെച്ചേക്കണം. ഒരു ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ ഇതാണ് അതിന്റെ ഉത്തരം എന്ന് നമുക്ക് പെട്ടെന്ന് ഒരു ഐഡിയ കിട്ടണമെങ്കിൽ ഇതൊക്കെ ഒന്ന് മനസ്സിലാക്കി വെച്ചിരുന്നാൽ നമുക്ക് എളുപ്പം കിട്ടും. അപ്പൊ നിസ്സംഗതാ ഭൂപടം അല്ലെങ്കിൽ ഇൻഡിഫറൻസ് മാപ്പ് എന്ന് പറഞ്ഞാൽ എന്താണ്? നിസ്സംഗതാ വക്രങ്ങളുടെ ഒരു കൂട്ടത്തെയാണ് നിസ്സംഗതാ ഭൂപടം എന്ന് പറയുന്നത്. നിസ്സംഗതാ ഭൂപടം എല്ലാ ബണ്ടിലുകളുടെയും മേലുള്ള ഒരു ഉപഭോക്താവിന്റെ താല്പര്യങ്ങളെ അല്ലെങ്കിൽ ഉപഭോക്താവിന്റെ മുൻഗണനകളെയാണ് നിസ്സംഗതാ ഭൂപടം എപ്പോഴും കാണിക്കുന്നത്. അപ്പൊ നിസ്സംഗതാ ഭൂപടം എല്ലാ ബണ്ടിലുകളുടെയും മേലുള്ള ഒരു ഉപഭോക്താവിന്റെ താല്പര്യങ്ങളെ അല്ലെങ്കിൽ മുൻഗണനകളെയാണ് കാണിക്കുന്നതെന്ന് മനസ്സിലാക്കണം. നമ്മൾ നിസ്സംഗതാ വക്രത്തിന്റെ സവിശേഷതകൾ നോക്കിയാണ്. ഫ്യൂച്ചേഴ്സ് ഓഫ് ഇൻഡിഫറൻസ് കർവ്. നിസ്സംഗതാ വക്രം നമ്മൾ വരച്ചു, നമ്മൾ മനസ്സിലാക്കി. നിസ്സംഗതാ വക്രം ഇടത്ത് നിന്ന് വലത്തേക്ക് താഴേക്ക് ചരിഞ്ഞിറങ്ങുന്ന ഒരു വക്രമാണ് നിസ്സംഗതാ വക്രം എന്ന് പറയുന്നത് അല്ലെ. നിസ്സംഗതാ വക്രം ഇടത്ത് നിന്ന് വലത്തേക്ക് താഴേക്ക് ചരിഞ്ഞിറങ്ങുന്നു. അതേപോലെ ഉയർന്ന നിസ്സംഗതാ വക്രം ഉയർന്ന സംതൃപ്തിയെ സൂചിപ്പിക്കുന്നു. നിസ്സംഗതാ വക്രത്തിന്റെ ആകൃതി എന്ന് പറയുന്നത് കോൺവെക്സ് ആയിരിക്കും അല്ലെങ്കിൽ നതമധ്യമായിരിക്കും. നതമധ്യം വക്രമായിരിക്കും. ഓക്കെ, കോൺവെക്സിന്റെ മലയാളമാണ് നതമധ്യം. അപ്പം നതമധ്യം അല്ലെങ്കിൽ കോൺവെക്സ് ആകൃതി ആയിരിക്കും നിസ്സംഗതാ വക്രത്തിന് ഉണ്ടായിരിക്കുക. നിസ്സംഗതാ വക്രങ്ങൾ ഒരിക്കലും പരസ്പരം ഖണ്ഡിക്കുകയില്ല. ഓക്കെ, ഒരിക്കലും എന്ത് ചെയ്യുന്നില്ല, അത് കൂട്ടിമുട്ടുന്നില്ല എന്ന് മനസ്സിലാക്കണം. അപ്പൊ നിസ്സംഗതാ വക്രങ്ങൾ ഒരിക്കലും പരസ്പരം ഖണ്ഡിക്കുകയില്ല. നിസ്സംഗതാ വക്രത്തിന് കോൺവെക്സ് നതമധ്യ ആകൃതിയാണ്. ഉയർന്ന നിസ്സംഗതാ വക്രം ഉയർന്ന സംതൃപ്തിയെ സൂചിപ്പിക്കുന്നു. നിസ്സംഗതാ വക്രം ഇടത്ത് നിന്ന് വലത്തേക്ക് താഴേക്ക് ചരിഞ്ഞിറങ്ങുന്ന ആകൃതിയാണെന്നും മനസ്സിലാക്കണം. നിസ്സംഗതാ വക്രവുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് അതിന്റെ 4 സവിശേഷതകൾ താഴെ തന്നിരിക്കുന്നതിൽ നിസ്സംഗതാ വക്രവുമായി ബന്ധപ്പെട്ട് ശരിയല്ലാത്തത് ഏതെന്ന് വേണമെങ്കിൽ നമുക്കൊരു ക്വസ്റ്റ്യൻ വരാം. ഓക്കെ, അപ്പൊ ഈ നിസ്സംഗതാ വക്രത്തിന്റെ ഈ 4 സവിശേഷതകൾ ഉറപ്പായിട്ട് നമുക്ക് മനസ്സിലാക്കി വെച്ചേക്കേണ്ടതായിട്ടുണ്ട്. ഓക്കെ, നമ്മൾ ഇനി അടുത്തൊരു ടോപ്പിക്കിലേക്ക് പോവുകയാണ്. കൺസ്യൂമേഴ്സ് ബജറ്റ് എന്ന് പറയുന്ന ടോപ്പിക്, ഉപഭോക്താവിന്റെ ബജറ്റ്. ഇത് ആൾറെഡി ഞാൻ ഒരു ക്ലാസ് എടുത്തിട്ടുണ്ട്. ആ ഒരു ക്ലാസ് നീ കണ്ടു കഴിഞ്ഞാൽ ഒന്നുകൂടെ അടിപൊളിയായിട്ട് ക്ലാസ് മനസ്സിലാവും. അപ്പൊ അതുകൊണ്ട് നമ്മൾ ഇച്ചിരി സ്പീഡിൽ പോകും. അപ്പൊ ഉപഭോക്താവിന്റെ ബജറ്റ് എന്താന്ന് പറയാൻ പോവുകയാണ്. ഉപഭോക്താവിന് സാധനങ്ങളും സേവനങ്ങളും വാങ്ങാനായിട്ട് ചെലവഴിക്കാൻ തന്റെ കൈവശം ലഭ്യമായിട്ടുള്ള വരുമാനത്തെ എന്ത് പറയാം? ഉപഭോക്താവിന്റെ ബജറ്റ് എന്ന് പറയാം. അപ്പൊ നമ്മുടെ കയ്യിലുള്ള പൈസ, നമ്മുടെ കയ്യിലുള്ള പണം, അതാണ് നമ്മുടെ ബജറ്റ് എന്ന് പറയുന്നത്. മനസ്സിലായല്ലോ? സിമ്പിൾ ആണേ. ഒരു ഉപഭോക്താവിന് അദ്ദേഹത്തിന്റെ വരുമാനം മുഴുവനും സാധനം 1 വാങ്ങാനോ അല്ലെങ്കിൽ സാധനം 2 വാങ്ങാനോ അല്ലെങ്കിൽ 2 സാധനങ്ങൾ കൂടി വാങ്ങാനോ ഒക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ചെലവഴിക്കാൻ പറ്റും.
ഉദാഹരണം പറയുകയാണെങ്കിൽ ആപ്പിൾ ഓറഞ്ചും വാങ്ങാനായിട്ട് അനുവിന്റെ കയ്യിൽ 300 രൂപയും അമ്മയുടെ കയ്യിൽ 200 രൂപയും ഉണ്ട്. അങ്ങനെയാണ് ഉള്ളതെങ്കിൽ അനുവിന്റെ ആമയുടെയും ബജറ്റ് എത്ര എന്ന് ചോദിച്ചാൽ അനുവിന്റെ കയ്യിൽ എത്ര രൂപയുണ്ടോ? അനുവിന്റെ കയ്യിൽ 300 രൂപയുണ്ട്. അമ്മയുടെ കയ്യിൽ എത്ര രൂപയുണ്ടോ? അമ്മയുടെ കയ്യിൽ 200 രൂപയുണ്ട്. അപ്പൊ അനുവിന്റെ ബജറ്റ് എന്ന് പറയുന്നത് 300 രൂപയും അമ്മയുടെ ബജറ്റ് എന്ന് പറയുന്നത് 200 രൂപ. എത്ര രൂപയാണോ കയ്യിലുള്ളത് അതാണ് അവരുടെ ബജറ്റ് എന്ന് പറയുന്നത്. ഇനി ബജറ്റ് സെറ്റ് എന്താ നോക്കാം. ബജറ്റ് സെറ്റ് എന്ന് പറഞ്ഞാൽ ഉപഭോഗ ബണ്ടിലുകളുടെ ഒരു കൂട്ടത്തെയാണ് ബജറ്റ് സെറ്റ് എന്ന് പറയുന്നത്. എന്താണ് ഉപഭോഗ ബണ്ടിലുകൾ എന്നൊക്കെ നമ്മൾ ആൾറെഡി പഠിച്ചു വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് വീണ്ടും റിപ്പീറ്റ് ചെയ്ത് നിങ്ങൾക്ക് ബോറടിപ്പിക്കുന്നില്ല. ഉപഭോഗ ബണ്ടിലുകളുടെ ഒരു കൂട്ടത്തെയാണ് എന്ത് പറയുന്നത്? ബജറ്റ് സെറ്റ് എന്ന് പറയുന്നത്. ഒരു ഉപഭോക്താവിന് നിലവിലുള്ള കമ്പോള വിലയുടെ അടിസ്ഥാനത്തിൽ തന്റെ വരുമാനം ഉപയോഗിച്ചുകൊണ്ട് വാങ്ങാൻ കഴിയുന്ന എല്ലാ ഉപഭോഗ ബണ്ടിലുകളുടെയും കൂട്ടത്തെ എന്ത് പറയാം? ബജറ്റ് സെറ്റ് എന്ന് പറയാം. എന്നോടെ പറയാം, ഒരു ഉപഭോക്താവിന് നിലവിലുള്ള കമ്പോള വിലയുടെ അടിസ്ഥാനത്തിൽ തന്റെ വരുമാനം ഉപയോഗിച്ചുകൊണ്ട് വാങ്ങാൻ കഴിയുന്ന എല്ലാ ഉപഭോഗ ബണ്ടിലുകളുടെയും കൂട്ടത്തെ എന്ത് നമുക്ക് വിശേഷിപ്പിക്കാം? ബജറ്റ് സെറ്റ് എന്ന് വിശേഷിപ്പിക്കാം. ഓക്കെ ആണല്ലോ. ഇനി ബജറ്റ് പരിധി എല്ലാം നമ്മൾ പറഞ്ഞു പോവുകയാണ്. അതെന്താണെന്ന് നിങ്ങൾ മനസ്സിലാക്കി പറഞ്ഞിട്ട് വേണം അതിന്റെ ഇക്വേഷനും കാര്യങ്ങളും ബാക്കിയുള്ള കാര്യങ്ങളിലേക്കൊക്കെ പോകാൻ. അപ്പൊ ഇതെന്താന്ന് പറഞ്ഞ് നമുക്ക് മനസ്സിലാക്കി തന്നെ പോകാം. ഓക്കെ, ബജറ്റ് പരിധി അല്ലെങ്കിൽ ബജറ്റ് കൺസ്ട്രെയിന്റ് എന്ന് പറയും. സാധനങ്ങൾ വാങ്ങാനുള്ള ഉപഭോക്താവിന്റെ സ്വഭാവത്തെ അല്ലെങ്കിൽ ആഗ്രഹത്തെ അയാളുടെ ബജറ്റ് എന്ത് ചെയ്യുന്നുണ്ട്? നിയന്ത്രിക്കുന്നുണ്ട്. അതായത് എന്റെ കയ്യിൽ ഇപ്പോൾ 500 രൂപ ഉണ്ടെങ്കിൽ 500 രൂപയ്ക്കുള്ളിലുള്ള സാധനങ്ങൾ മാത്രമേ എനിക്ക് വാങ്ങാൻ പറ്റത്തുള്ളൂ അല്ലെ. 500 രൂപയ്ക്ക് മുകളിൽ എനിക്ക് ഒരിക്കലും വാങ്ങാൻ പറ്റത്തില്ല. ഒന്നെങ്കിൽ 500 രൂപയ്ക്ക് വാങ്ങാം, അല്ലെങ്കിൽ അതിന് താഴെ നിൽക്കുന്ന ഏത് എമൗണ്ടിന് വേണമെങ്കിലും എനിക്ക് സാധനം വാങ്ങാം. അപ്പൊ സാധനങ്ങൾ വാങ്ങാനുള്ള ഒരു ഉപഭോക്താവിന്റെ സ്വഭാവം, എനിക്ക് ആഗ്രഹം ഉണ്ടെന്ന് പറഞ്ഞാൽ എനിക്ക് മേടിക്കാൻ പറ്റത്തില്ല അല്ലെ. അപ്പൊ എന്റെ സ്വഭാവത്തെ ആഗ്രഹത്തെയൊക്കെ എന്ത് ചെയ്യുന്നു? ബജറ്റാണ് നിയന്ത്രിക്കുന്നത്. അപ്പൊ അയാൾ ചെലവഴിക്കുന്നത് എന്തായിരിക്കും? ബജറ്റിന് തുല്യമോ അതിൽ കുറവോ ആയിരിക്കും. ഉപഭോക്താവിന്റെ ഈ വരുമാന പരിധിയാണ് ബജറ്റ് പരിധി എന്ന് പറയുന്നത്. സിമ്പിൾ ആണ്, നിങ്ങൾക്ക് മനസ്സിലായി. ഇനി നമ്മൾ ബജറ്റ് സെറ്റിന്റെ സമവാക്യത്തിലേക്ക് പോവുകയാണ്. ബജറ്റ് സെറ്റിന്റെ ഇക്വേഷൻ നമുക്ക് ഇമ്പോർട്ടന്റ് ആണ്, മനസ്സിലാക്കി തന്നെ പഠിക്കണം. P1x1 പ്ലസ് P2x2 ലെസ് ദാൻ ഓർ ഈക്വൽ ടു എം ആണ് എന്ന് ബജറ്റ് സെറ്റിന്റെ ഇക്വേഷൻ എന്ന് പറയുന്നത്. P1x1 പ്ലസ് P2x2 ലെസ് ദാൻ ഓർ ഈക്വൽ ടു എം, അതാണ് ബജറ്റ് സെറ്റിന്റെ ഇക്വേഷൻ എന്ന് പറയുന്നത്. P1 എന്ന് പറഞ്ഞാൽ ഒന്നാമത്തെ സാധനത്തിന്റെ വില. P എന്ന് പറഞ്ഞാൽ പ്രൈസ് ആണ്, വില, പ്രൈസ് ഓഫ് ഗുഡ് 1. P1 എന്ന് പറഞ്ഞാൽ ഒന്നാമത്തെ സാധനത്തിന്റെ വില. X1 എന്ന് പറഞ്ഞാൽ ഒന്നാമത്തെ സാധനത്തിന്റെ യൂണിറ്റുകളുടെ എണ്ണം. X എന്ന് നമ്മൾ യൂണിറ്റുകളുടെ എണ്ണമാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, എത്ര യൂണിറ്റ് ഒരു സാധനം വാങ്ങുന്നു, ഒന്നാമത്തെ സാധനം എത്ര യൂണിറ്റ് വാങ്ങുന്നു എന്നുള്ളതാണ് എക്സ് എന്ന് പറയുന്നത്. നിങ്ങൾക്ക് അറിയാവുന്നതാണ്, അറിയാത്തവർക്ക് വേണ്ടിയാണ് റിപ്പീറ്റ് ചെയ്യുന്നത്. അപ്പൊ P1 കിട്ടില്ല, ഒന്നാമത്തെ സാധനത്തിന്റെ വിലയാണ്. X1 എന്ന് പറഞ്ഞാൽ ഒന്നാമത്തെ സാധനത്തിന്റെ യൂണിറ്റുകളുടെ എണ്ണം. അപ്പൊ P2 എന്തായിരിക്കും? രണ്ടാമത്തെ സാധനത്തിന്റെ വില അല്ലെ, പ്രൈസ് ഓഫ് ഗുഡ് 2. X2 എന്തായിരിക്കും? രണ്ടാമത്തെ സാധനത്തിന്റെ യൂണിറ്റുകളുടെ എണ്ണം. അപ്പൊ ഇത് മനസ്സിലായി. M എന്ന് പറയുന്നത് എന്താണ്? ഉപഭോക്താവിന്റെ വരുമാനമാണ്. അപ്പൊ ബജറ്റ് സെറ്റിന്റെ സമവാക്യം ഇങ്ങനെയാണ്: P1x1 പ്ലസ് P2x2 ലെസ് ദാൻ ഓർ ഈക്വൽ ടു എം. ഒന്നെങ്കിൽ വരുമാനത്തെക്കാൾ, ലെസ് ദാൻ ഓർ ഈക്വൽ ടു എന്ന് പറഞ്ഞാൽ എന്താണ്? ഒന്നെങ്കിൽ വരുമാനത്തിന് കുറവായിരിക്കണം, അല്ലെങ്കിൽ വരുമാനത്തിന് തുല്യമായിരിക്കണം. ഓക്കെ, ഇനി നമ്മൾ ബജറ്റ് ലൈനിലേക്ക് പോവുകയാണ്. ബജറ്റ് ലൈൻ എന്ന് പറഞ്ഞാൽ എന്താ? ഒരു ഉപഭോക്താവിന് തന്റെ വരുമാനം അല്ലെങ്കിൽ തന്റെ ബജറ്റ്, അത് ബജറ്റാന്നുള്ള വരുമാനം, തന്റെ വരുമാനം പൂർണ്ണമായും ചെലവഴിച്ചുകൊണ്ട് വാങ്ങാൻ കഴിയുന്ന രണ്ട് സാധനങ്ങളുടെ എല്ലാ ഉപഭോഗ ബണ്ടിലുകളെയും യോജിപ്പിച്ച് വരയ്ക്കുന്ന രേഖയെ എന്ത് പറയാം? ബജറ്റ് ലൈൻ എന്ന് പറയാം. ഒരു ഉപഭോക്താവിന് തന്റെ വരുമാനം പൂർണ്ണമായിട്ടും ചെലവഴിച്ചുകൊണ്ട് വാങ്ങാൻ കഴിയുന്ന രണ്ട് സാധനങ്ങളുടെ എല്ലാ ഉപഭോഗ ബണ്ടിലുകളെയും യോജിപ്പിച്ച് വരയ്ക്കുന്ന രേഖയാണ് ബജറ്റ് ലൈൻ എന്ന് പറയുന്നത്. ബജറ്റ് ലൈനിലുള്ള ഏതൊരു ബണ്ടിലിനും വരുന്ന ചെലവ് ഉപഭോക്താവിന്റെ വരുമാനത്തിന് തുല്യമായിരിക്കും. അതാണ് ബജറ്റ് ലൈനിന്റെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യം. ബജറ്റ് ലൈനിന്റെ പ്രധാനപ്പെട്ട ഇക്വേഷൻ നമ്മൾ മനസ്സിലാക്കണം. P1x1 പ്ലസ് P2x2 ഈക്വൽ ടു എം, അതാണ് ബജറ്റ് ലൈൻ. ബജറ്റ് ലൈനിന്റെ ഇക്വേഷനും ബജറ്റ് സെറ്റിന്റെ സമവാക്യവും തമ്മിൽ നിങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോവില്ലേ. ബജറ്റ് ലൈൻ എന്ന് പറയുമ്പോൾ ബജറ്റ് ലൈനിലുള്ള ഏതൊരു ബണ്ടിലിനും വരുന്ന ചെലവെന്ന് പറയുന്നത് ഉപഭോക്താവിന്റെ വരുമാനത്തിന് തുല്യമായിരിക്കും. അത് നമ്മൾ മനസ്സിലാക്കണം. ബജറ്റ് ലൈൻ നമ്മൾ വരയ്ക്കുമ്പം ആ ബജറ്റ് ലൈനിലുള്ള ഏതൊരു ബണ്ടിലിനും വരുന്ന ചെലവ് അത് ഉപഭോക്താവിന്റെ വരുമാനത്തിന് എന്തായിരിക്കും? തുല്യമായിരിക്കും. അപ്പൊ നമ്മുടെ ഇക്വേഷൻ എന്ന് പറയുന്നത് എങ്ങനെ വരും? P1x1 പ്ലസ് P2x2 ഈക്വൽ ടു എം. ബജറ്റ് സെറ്റിന്റെ സമവാക്യം എന്ന് പറഞ്ഞാൽ എന്താണ്? P1x1 പ്ലസ് P2x2 ലെസ് ദാൻ ഓർ ഈക്വൽ ടു എം. ഓക്കെ, ഈ ബജറ്റ് ലൈനിന്റെ പ്രത്യേകതകൾ നമുക്കൊന്ന് മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. ബജറ്റ് ലൈൻ വരയ്ക്കുമ്പോൾ എന്തെല്ലാമാണ് അതിന്റെ പ്രത്യേകതകൾ എന്ന് ഒന്ന് ഓടിച്ചിട്ട് നോക്കാം. ഇപ്പോൾ ഞാനിവിടെ ഒരു ബജറ്റ് ലൈൻ കൊടുത്തിട്ടുണ്ട്. ആ ബജറ്റ് ലൈനിൽ നിങ്ങൾ നോക്കുമ്പം X ആക്സിസിലും Y ആക്സിസിലും, X ആക്സിസിൽ
സാധനം ഒന്നിന്റെ അളവും വൈ ആക്സിസിൽ സാധനം രണ്ടിന്റെ അളവുകളുമാണ് നമ്മൾ കൊടുത്തിട്ടുള്ളത്. എക്സ് ആക്സിസിൽ M/P1 നമ്മൾ കൊടുത്തിട്ടുണ്ട്. വൈ ആക്സിസിൽ M/P2 നമുക്ക് അവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. ആ ബജറ്റ് ലൈനിനായിട്ട് അതിന്റെ ഇക്വേഷൻ P1x1 + P2x2 = M എന്നുള്ള ഇക്വേഷൻ നമ്മൾ അവിടെ എഴുതിയിട്ടുണ്ട്. ഇനി നമുക്ക് മനസ്സിലാക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ, ഹൊറിസോണ്ടൽ ഇന്റർസെപ്റ്റ്, അതായത് ഹൊറിസോണ്ടൽ എന്ന് പറഞ്ഞാൽ എക്സ് ആക്സിസിൽ പോയിരിക്കുന്നതാണ് ഹൊറിസോണ്ടൽ, വൈ ആക്സിസിൽ വരുന്നതാണ് എന്തെന്ന് പറയുന്നത് വെർട്ടിക്കൽ ഇന്റർസെപ്റ്റ് എന്ന് പറയുന്നത്. അതായത് സാധനം ഒന്നിന്റെ അളവിൽ കൊടുത്തിട്ടുള്ള എക്സ് ആക്സിസിൽ വരുന്നതാണ് എന്തെന്ന് പറയുന്നത് ഹൊറിസോണ്ടൽ ഇന്റർസെപ്റ്റ് എന്ന് പറയുന്നത്. വൈ ആക്സിസിൽ വരുന്നതാണ് വെർട്ടിക്കൽ ഇന്റർസെപ്റ്റ് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. ഹൊറിസോണ്ടൽ ഇന്റർസെപ്റ്റിനെ M/P1 വെർട്ടിക്കൽ ഇന്റർസെപ്റ്റിനെ M/P2 ഒരു നേർരേഖയാണ് ബജറ്റ് ലൈൻ. ഇത് നിങ്ങൾ മനസ്സിലാക്കി വെച്ചേക്കണം. ബജറ്റ് ലൈനുമായി ബന്ധപ്പെട്ടുകൊണ്ട് തന്നിരിക്കുന്ന പ്രസ്താവനകൾ ശരിയല്ലാത്തത് ഏതൊക്കെ നമുക്ക് ഇങ്ങനെ ക്വസ്റ്റ്യൻ വരാം. അപ്പം ബജറ്റ് ലൈനുമായി ബന്ധപ്പെട്ട് അതിന്റെ പ്രത്യേകതകൾ പഠിക്കുമ്പോൾ ഹൊറിസോണ്ടൽ ഇന്റർസെപ്റ്റ് എന്ന് പറയുന്നത് M/P1 വെർട്ടിക്കൽ ഇന്റർസെപ്റ്റ് എന്ന് പറയുന്നത് M/P2. വൈ ആക്സിസിൽ വരുന്നത് M/P2 ആയിരിക്കും, എക്സ് ആക്സിസിൽ വരുന്നത് M/P1 ആയിരിക്കും. ഇതൊക്കെ എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കാം. M/P1 എം എന്താണെന്ന് നമുക്കറിയാം, ഒരു ഉപഭോക്താവിന്റെ വരുമാനമാണ്. നമ്മൾ P1 എന്ന് പറഞ്ഞാൽ ആൾറെഡി പറഞ്ഞു, പ്രൈസ് ഓഫ് ഗുഡ് 1 ആണ് അല്ലെ, ഒന്നാമത്തെ സാധനത്തിന്റെ വില. അതേപോലെ വൈ ആക്സിസിൽ M/P2, P2 എന്ന് പറഞ്ഞാൽ എന്താണ്, രണ്ടാമത്തെ സാധനത്തിന്റെ വില. ഓക്കെ, അപ്പം വെർട്ടിക്കൽ ഇന്റർസെപ്റ്റിൽ എന്തുണ്ട്, M/P2 ഉണ്ട്, ഹൊറിസോണ്ടൽ ഇന്റർസെപ്റ്റിൽ M/P1 ഉണ്ട്. ഇനി ഒന്നാമത്തെ സാധനം എക്സ് അക്ഷത്തിലും രണ്ടാമത്തെ സാധനം വൈ അക്ഷത്തിലുമാണ് രേഖപ്പെടുത്തുന്നത് നമ്മൾ പറഞ്ഞു. ഈ ബജറ്റ് ലൈൻ എക്സ് അക്ഷത്തിൽ തൊടുന്ന ബിന്ദുവാണ് M/P1, അതുപോലെ ഹൊറിസോണ്ടൽ ഇന്റർസെപ്റ്റ് എന്നും ബജറ്റ് ലൈൻ വൈ അക്ഷത്തിൽ തൊടുന്ന ബിന്ദുവിനെ M/P2 വെർട്ടിക്കൽ ഇന്റർസെപ്റ്റ് എന്നും ആയിത്തീരുന്നു. അങ്ങനെയാണ് അതിന് പോകുന്നത്. അതേപോലെ ഉപഭോക്താവ് തന്റെ വരുമാനം മുഴുവനും ഒന്നാമത്തെ സാധനം വാങ്ങാൻ വേണ്ടി വിനിയോഗിക്കുകയാണെങ്കിൽ അയാൾക്ക് വാങ്ങാൻ കഴിയുന്ന ബണ്ടിലുകളെയാണ് ഹൊറിസോണ്ടൽ ഇന്റർസെപ്റ്റ് പ്രതിനിധീകരിക്കുന്നത്. എന്നോട് പറയാം, ഉപഭോക്താവ് തന്റെ വരുമാനം മുഴുവനും ഒന്നാമത്തെ സാധനം M/P1 ആണ് വാങ്ങാൻ ഉദ്ദേശിക്കുന്നത്, ഒന്നാമത്തെ സാധനം മാത്രമാണ് വാങ്ങാൻ കഴിയുന്നതെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ അയാൾക്ക് വാങ്ങാൻ കഴിയുന്ന ബണ്ടിലുകളെ ആണ് ഹൊറിസോണ്ടൽ ഇന്റർസെപ്റ്റ്, ആ എക്സ് ആക്സിസിൽ പോകുന്ന ഹൊറിസോണ്ടൽ ഇന്റർസെപ്റ്റ് പ്രതിനിധീകരിക്കുന്നത്. അതുപോലെ തന്നെ തന്റെ വരുമാനം മുഴുവൻ ഒന്നാമത്തെ സാധനം വാങ്ങാൻ വിനിയോഗിക്കുകയാണെങ്കിൽ അയാൾക്ക് സാധനം ഒന്നിന്റെ M/P1 യൂണിറ്റുകൾ വാങ്ങാൻ കഴിയുമെന്നും നമ്മൾ മനസ്സിലാക്കണം. ഒന്നാമത്തെ സാധനമാണ് വാങ്ങാൻ വിനിയോഗിക്കുന്നത്, തന്റെ വരുമാനം മുഴുവൻ ഒന്നാമത്തെ സാധനമാണ് വാങ്ങാൻ അയാൾ വിനിയോഗിക്കുന്നത് എങ്കിൽ M/P1 യൂണിറ്റുകൾ അയാൾക്ക് വാങ്ങാൻ കഴിയുമെന്ന് നമ്മൾ മനസ്സിലാക്കണം. അതുപോലെ രണ്ടാമത്തെ സാധനം വാങ്ങാൻ വേണ്ടിയാണ് ഉപഭോക്താവ് തന്റെ വരുമാനം മുഴുവൻ ചെലവഴിക്കുന്നതെങ്കിൽ വാങ്ങാൻ കഴിയുന്ന ബണ്ടിലുകളെയാണ് വെർട്ടിക്കൽ ഇന്റർസെപ്റ്റ് പ്രതിനിധീകരിക്കുന്നത്. ഉപഭോക്താവ് തന്റെ വരുമാനം മുഴുവൻ സാധനം 2 വേണ്ടി വിനിയോഗിക്കുകയാണെങ്കിൽ അയാൾക്ക് സാധനം 2ന്റെ M/P2 യൂണിറ്റുകൾ വാങ്ങാൻ കഴിയും. ഒന്ന് മനസ്സിലാക്കി വെച്ചിരുന്നാൽ മതി. ഇത് എഴുതി നിങ്ങൾ 1-2 വട്ടം ഒന്ന് വായിച്ചു നോക്കി ആ ബജറ്റ് ലൈനും ആ ഒരു കർവും എല്ലാം നിങ്ങളൊന്ന് മനസ്സിലാക്കുകയാണെങ്കിൽ ഇത് സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് അത് എന്താണ് പറഞ്ഞതെന്ന് മനസ്സിലാവും. അതേപോലെ ബജറ്റ് ലൈനിന്റെ ചരിവ്, നമ്മൾ ആ ബജറ്റ് ലൈനിന്റെ ആ ചരിവിന് ഒരു ഇക്വേഷൻ ഉണ്ട്, ആ സ്ലോപ്പിന് ഒരു ഇക്വേഷൻ ഉണ്ട്. അതിനെ -P1/P2 എന്നാണ് അറിയപ്പെടുന്നത്. -P1/P2 എന്നതാണ് ആ ബജറ്റ് ലൈനിന്റെ ചരിവിന്റെ ഇക്വേഷൻ എന്ന് നമ്മൾ മനസ്സിലാക്കി തന്നെ വെച്ചേക്കണം. അപ്പൊ നമ്മളിവിടെ 3 ഇക്വേഷൻസ് പഠിച്ചു. ബജറ്റ് സെറ്റിന്റെ ഇക്വേഷൻ എന്താണ്, P1x1 + P2x2 < M. ബജറ്റ് ലൈനിന്റെ ഇക്വേഷൻ എന്താണ്, P1x1 + P2x2 M. അതേപോലെ ബജറ്റ് ലൈനിന്റെ ചരിവ് സ്ലോപ്പ് ഇക്വേഷൻ എന്താണ്, -P1/P2. ഇനി നമ്മളൊരു കണക്കും കാര്യങ്ങളൊക്കെ വരാൻ പോവുകയാണ്. അപ്പൊ അതിനു മുമ്പായിട്ട് കുറച്ച് കാര്യങ്ങൾ കൂടി പറയണം. നമ്മൾ പറഞ്ഞു ഹൊറിസോണ്ടൽ ഇന്റർസെപ്റ്റും വെർട്ടിക്കൽ ഇന്റർസെപ്റ്റും അതിനെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കി. അപ്പൊ അതെങ്ങനെ കാണാമെന്ന് നോക്കാം. ഈ ഹൊറിസോണ്ടൽ ഇന്റർസെപ്റ്റ് എന്ന് പറയുന്നത് നമുക്കറിയാം എക്സ് ആക്സിസിൽ പോകുന്നതാണ് സാധനം ഒന്നിന്റെ അളവ് ഇല്ലേ, അതിനെയാണ് നമ്മൾ M/P1 എന്ന് പറയുന്നത്. ഹൊറിസോണ്ടൽ ഇന്റർസെപ്റ്റ് പോകുന്നത് M/P1, വെർട്ടിക്കൽ ഇന്റർസെപ്റ്റ് എന്ന് പറയുന്നത് M/P2, സാധനം 2. അത്രയും മനസ്സിലായല്ലോ. ഇനി ഹൊറിസോണ്ടൽ ഇന്റർസെപ്റ്റ് എങ്ങനെയാണ് നമുക്ക് കാണാമെന്ന് ചോദിച്ചാൽ നമുക്കറിയാം ബജറ്റ് ലൈനിന്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് P1x1 + P2x2 M ആണ്. ആ ഒരു ബജറ്റ് ലൈനിനെ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ഉപഭോക്താവ് ഒന്നാമത്തെ സാധനം മാത്രമാണ് വാങ്ങുന്നത്, രണ്ടാമത്തെ സാധനം 0 ആണ് വാങ്ങുന്നത്. ഒന്ന് ആപ്പിൾ ഓറഞ്ച് ഉണ്ടെങ്കിൽ ആപ്പിൾ മാത്രം, സാധനം 1 നമ്മളിവിടെ ആപ്പിളാണ് എടുക്കുന്നതെങ്കിൽ ആപ്പിൾ മാത്രം, സാധനം 1 മാത്രമാണ് വാങ്ങുന്നതെന്ന് വിചാരിക്കുക. അങ്ങനെ അയാളുടെ വരുമാനം മുഴുവനും സാധനം 1 വാങ്ങുന്നതിന് വേണ്ടി വിനിയോഗിക്കുകയാണ്. അപ്പൊ സാധനം 2ന്റെ ഉപഭോഗം എന്ന് പറയുന്നത് എത്രയായിരിക്കും, 0 ആയിരിക്കും അല്ലെ. അതായത് x2 എന്ന് പറയുന്നത് എത്രയായിരിക്കും, 0 ആയിരിക്കും. x2 0 ആണെങ്കിൽ x1ന്റെ അളവ് എങ്ങനെയായിരിക്കും വരുന്നത്. അപ്പൊ നമ്മൾ ഇക്വേഷൻ നമുക്ക് ജസ്റ്റ് ഒന്ന് എഴുതാം, P1x1 + P2 × 0 അല്ലെ. x2 എന്ന് പറഞ്ഞാൽ 0 ആയിരിക്കുമല്ലോ. അതായത്
ഒരു ഉപഭോക്താവ് ഒന്നാമത്തെ സാധനം മാത്രമാണ് വാങ്ങുന്നത്, അങ്ങനെ അയാളുടെ വരുമാനം മുഴുവൻ സാധനം ഒന്ന് വാങ്ങുന്നതിന് വിനിയോഗിക്കുകയാണെങ്കിൽ സാധനം രണ്ടിന്റെ ഉപഭോഗം എന്തായിരിക്കും? 0 ആയിരിക്കും അല്ലേ? അതായത് x2 എന്ന് പറഞ്ഞാൽ നമുക്ക് എന്തായിട്ട് വരും? 0 x2 0 ആണ്. അപ്പം P1 x1 പ്ലസ് P2 ഇൻറ്റു 0 ഇസ് ഈക്വൽ ടു m എന്ന് നമുക്ക് എഴുതാം അല്ലേ? അപ്പൊ ആ ഇക്വേഷൻ നമ്മൾ ചുരുക്കുമ്പോൾ P1 x1 ഇസ് ഈക്വൽ ടു m എന്ന് അറിയാം അല്ലെ? P2 ഇൻറ്റു 0, സീറോയോടെ ഏത് സംഖ്യ നമ്മൾ ഗുണിച്ചാൽ എന്താണ്? 0 ആണ് ആൻസർ. അപ്പം P1 x1 ഇസ് ഈക്വൽ ടു m എന്ന് നമുക്ക് എഴുതാം. ഓക്കെ, അപ്പം ഈ P1 x1 സമം m എന്ന് നമുക്ക് ലഭിച്ചു. ഈ x1നെ അപ്പൊ അതിനെ ഒന്നുകൂടെ ഒന്ന് ചുരുക്കിയാൽ നമുക്ക് എങ്ങനെ എഴുതാം? x1 ഈസ് ഈക്വൽ ടു m ബൈ P1. അപ്പം ഹൊറിസോണ്ടൽ ഇന്റർസെപ്റ്റ് എങ്ങനെ m ബൈ P1 വന്നതെന്ന് നിങ്ങൾക്ക് മനസ്സിലായല്ലോ. അതിനു വേണ്ടിയിട്ട് നമ്മൾ ഇത് കാണിച്ചു തന്നത്. അപ്പൊ എങ്ങനെയാണ് ഹൊറിസോണ്ടൽ ഇന്റർസെപ്റ്റ് വന്നേ എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇക്വേഷൻ ഇങ്ങനെ ആക്കിയത്. അതായത് ഒരു ഉപഭോക്താവ് ഒന്നാമത്തെ സാധനം മാത്രമാണ് വാങ്ങുന്നതെങ്കിൽ അയാളുടെ രണ്ടാമത്തെ സാധനത്തിന്റെ അളവ് എന്ന് പറയുന്നത് എന്തായിരിക്കും? 0 ആയിരിക്കും. അപ്പൊ നമ്മൾ 0 ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ P1 x1 എന്ന് പറയുന്നത് എന്താണ്? ഇസ് ഈക്വൽ ടു m ആയി. അപ്പൊ നമുക്ക് x1 എങ്ങനെയാ കാണുന്നതെന്ന് ചോദിച്ചാൽ x1 ഈസ് ഈക്വൽ ടു m ബൈ P1. അത് നമുക്കറിയാലോ. അപ്പൊ ഇനി ഹൊറിസോണ്ടൽ ഇന്റർസെപ്റ്റ് എന്ന് പറയുന്നത് എന്താണ്? m ബൈ P1. അതേപോലെ ആ ഒരു ഉപഭോഗ മണ്ഡലിനെ എഴുതുകയാണെങ്കിൽ m ബൈ P1, 0 നമുക്ക് എഴുതാം. അതേപോലെ വെർട്ടിക്കൽ ഇന്റർസെപ്റ്റ് നമുക്ക് എങ്ങനെ കാണാം? ഉപഭോക്താവ് രണ്ടാമത്തെ സാധനം മാത്രമാണ് വാങ്ങുന്നതെങ്കിൽ അയാളുടെ വരുമാനം മുഴുവൻ രണ്ടാമത്തെ സാധനമാണ് അല്ലെ? രണ്ടാമത്തെ സാധനം വാങ്ങുന്നതിന് വേണ്ടിയാണ് വിനിയോഗിക്കുന്നതെങ്കിൽ സാധനം ഒന്നിന്റെ ഉപഭോഗം എന്ന് പറയുന്നത് എന്തായിരിക്കും? 0 ആയിരിക്കും അല്ലെ? അതായത് രണ്ടാമത്തെ സാധനം മാത്രമാണ് വാങ്ങുന്നതെങ്കിൽ അതിനെയാണ് നമ്മൾ വെർട്ടിക്കൽ ഇന്റർസെപ്റ്റ് എന്ന് പറയുന്നത്. അപ്പൊ x1 എന്ന് പറയുന്നത് എന്തായിരിക്കും? 0 ആയിരിക്കും. x1 0 ആണെങ്കിൽ x2ന്റെ അളവ് എങ്ങനെ നമുക്ക് എഴുതാം? P1 ഇൻറ്റു 0 പ്ലസ് P2 x2 ഈക്വൽ ടു m എന്ന് എഴുതാം അല്ലേ? അതായത് x1ന്റെ സ്ഥാനത്ത് നമ്മൾ എന്താ 0 ഇടുന്നു. x1 സാധനം ഒന്നും തന്നെ വാങ്ങുന്നില്ല, x2 മാത്രമേ വാങ്ങുന്നുള്ളൂ. അപ്പൊ P1 ഇൻറ്റു 0 പ്ലസ് P2 x2 ഈക്വൽ ടു m എന്ന് എഴുതാം. അപ്പൊ P1 ഇൻറ്റു 0 എന്ന് പറയുന്നത് 0 ആണ്. അപ്പൊ നമ്മൾ അതൊന്നും നോക്കണ്ട. പിന്നെ P2 x2 ആണ് ബാക്കിയുള്ളത്. അപ്പൊ P2 x2 ഈക്വൽ ടു m എന്ന് എഴുതാം. അപ്പൊ x2 ഈക്വൽ ടു m ബൈ P2 നമുക്ക് എഴുതാം. അപ്പൊ വെർട്ടിക്കൽ ഇന്റർസെപ്റ്റ് എങ്ങനെ വരും? 0, m ബൈ P2. മനസ്സിലായല്ലോ. ഇനി നമുക്കൊരു ക്വസ്റ്റ്യൻ വരും. ഒരു ക്വസ്റ്റ്യൻ ആണ്, നമുക്ക് പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. 3x1 പ്ലസ് 4x2 ഈക്വൽ ടു 12 എന്ന ബജറ്റ് ലൈൻ സമവാക്യത്തിൽ x2 ഈക്വൽ ടു 0 ആണെങ്കിൽ x1 കണ്ടുപിടിക്കുക. സംഭവം സിമ്പിൾ ആണ്. നമുക്ക് തന്നിട്ടുണ്ട് കണക്ക്. x1 കണ്ടുപിടിക്കാനാണ്, x2 0 ആണെന്നും കൊടുത്തിട്ടുണ്ട്. അപ്പൊ നമുക്ക് ആ ഇക്വേഷൻ അതുപോലെ എഴുതാം. 3x1 പ്ലസ് 4 ഇൻറ്റു 0, x2 0 ആണ് നമുക്ക് കൊടുത്തിട്ടുണ്ട്. അപ്പൊ 4 ഇൻറ്റു 0 ഈക്വൽ ടു 12. ഇനി നമ്മളത് കാൽക്കുലേറ്റ് ചെയ്താൽ മതി. 3x1 പ്ലസ് 4 ഇൻറ്റു 0 എന്ന് പറയുന്നത് എന്താണ്? 0 ആണ്. 0നോട് ഏത് കുടിച്ചാലും 0 ആയിരിക്കും. അപ്പൊ 0 ഈക്വൽ ടു 12 എന്ന് കിട്ടി അല്ലേ? അപ്പൊ 3x1 എന്ന് പറയുന്നത് എത്രയാണ്? 12 എന്ന് നമുക്ക് കിട്ടി. അതിന് നമ്മൾ x1 എന്ന് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യണം? x1 ഈസ് ഈക്വൽ ടു 12നെ 3 കൊണ്ട് ഭാഗിച്ചാൽ മതി. 12/3 എന്ന് പറയുമ്പോൾ എന്താണ്? 4 ആണ്. ഓക്കെ ആണല്ലോ. അപ്പൊ 4 എന്നത് ഹൊറിസോണ്ടൽ ഇന്റർസെപ്റ്റ് ആണ്. അപ്പൊ നമുക്ക് ആ ഉപഭോഗ മണ്ഡലിനെ 4,0 എന്ന് എഴുതാം. അതുപോലെ x1 0 ആണെങ്കിൽ നമുക്ക് ആ ഒരു തന്നിരിക്കുന്ന ഇക്വേഷനിൽ x1 ആണ് 0 എങ്കിൽ നമുക്ക് ഇങ്ങനെ എഴുതാം. 3 ഇൻറ്റു 0 പ്ലസ് 4x2 ഈക്വൽ ടു 12. 4x2 ഈക്വൽ ടു 12 ആണെങ്കിൽ x2 ഈക്വൽ ടു നമുക്ക് ഇങ്ങനെ 12/4 ഈക്വൽ ടു 3. അപ്പൊ 3 എന്നത് എന്താണ്? വെർട്ടിക്കൽ ഇന്റർസെപ്റ്റ് ആണ്. നിങ്ങൾക്ക് മനസ്സിലാവും. നമ്മൾ ആ സംഭവം എങ്ങനെയാണ് വന്നതെന്ന് കാണിക്കുകയാണ്. 0,3 എന്ന് നമുക്ക് വെർട്ടിക്കൽ ഇന്റർസെപ്റ്റിനെ എഴുതാൻ പറ്റും. അപ്പോൾ അവിടെ ഒരു ഗ്രാഫ് നോക്കുക. ആ ഗ്രാഫിനകത്ത് കൊടുത്തിട്ടുണ്ട്. ആ ഗ്രാഫിൽ നിന്നും നമുക്ക് മനസ്സിലാവുന്ന ബജറ്റ് ലൈനുമായി ബന്ധപ്പെട്ട് നമുക്ക് മനസ്സിലാവുന്ന കാര്യങ്ങൾ എന്തെല്ലാമാണെന്ന് നോക്കാം. ഈ കാര്യങ്ങളാണ് നിങ്ങൾ പഠിക്കേണ്ടത് മെയിൻ ആയിട്ടും. ബജറ്റ് ലൈനുമായി ബന്ധപ്പെട്ട് ഇനി പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ മെയിൻ ആയിട്ടും പഠിക്കണം. ബജറ്റ് ലൈൻ താഴേക്ക് ചരിഞ്ഞൊരു നേർരേഖയാണ്, അത് മനസ്സിലാക്കി വെച്ചേക്കുക. ബജറ്റ് ലൈൻ എപ്പോഴും താഴേക്ക് ചരിഞ്ഞൊരു നേർരേഖയായിരിക്കും. അതേപോലെ m ബൈ P1 എന്ന് പറയുന്നത് ഹൊറിസോണ്ടൽ ഇന്റർസെപ്റ്റും m ബൈ P2 എന്നത് വെർട്ടിക്കൽ ഇന്റർസെപ്റ്റും ആണെന്ന് നമുക്ക് മനസ്സിലായി അല്ലേ? മനസ്സിലായില്ലേ? അതേപോലെ y അക്ഷത്തിലെ ബിന്ദു ഹൊറിസോണ്ടലും x അക്ഷത്തിലെ ബിന്ദു എന്ന് പറയുന്നത് ഹൊറിസോണ്ടലും y അക്ഷത്തിലെ ബിന്ദു എന്ന് പറയുന്നത് വെർട്ടിക്കൽ ഇന്റർസെപ്റ്റും ആണെന്ന് നമുക്ക് മനസ്സിലായി. ബജറ്റ് ലൈനിന്റെ ചരിവിനെ നമുക്ക് -P1/P2 എന്ന് രേഖപ്പെടുത്താം എന്ന് മനസ്സിലായി. ബജറ്റ് ലൈനിലുള്ള ഏതൊരു ബിന്ദുവും സൂചിപ്പിക്കുന്നത് ഒരു ഉപഭോക്താവിന് അയാളുടെ വരുമാനം പൂർണ്ണമായിട്ട് ഉപയോഗിച്ചുകൊണ്ട് വാങ്ങാൻ കഴിയുന്ന സാധനം ഒന്നിന്റെയും സാധനം രണ്ടിന്റെയും ബണ്ടിലുകളാണ്. ഈ ബണ്ടിലിനെ കാര്യക്ഷമമായ ബണ്ടിൽ എന്ന് പറയുന്നു എന്നും നമുക്ക് മനസ്സിലായി. അപ്പം ബജറ്റ് ലൈനുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ 5 കാര്യങ്ങൾ ഉറപ്പായിട്ട് നിങ്ങൾ മനസ്സിലാക്കി വെച്ചേക്കുക. ഈ കാര്യങ്ങൾ നമ്മൾ പഠിക്കുമ്പോൾ തന്നെ നമുക്കിത് മനസ്സിലാവും. എങ്കിലും സ്റ്റേറ്റ്മെന്റ് രീതി നമുക്ക് വരാം. ബജറ്റ് ലൈൻ താഴേക്ക് ചരിഞ്ഞൊരു നേർരേഖയാണ്. m ബൈ P1 എന്ന് പറയുന്നത് ഹൊറിസോണ്ടൽ ഇന്റർസെപ്റ്റും m ബൈ P2 എന്ന് പറയുന്നത് വെർട്ടിക്കൽ ഇന്റർസെപ്റ്റുമാണ്. x അക്ഷത്തിലെ ബിന്ദു ഹൊറിസോണ്ടലും y അക്ഷത്തിലെ ബിന്ദു വെർട്ടിക്കൽ ഇന്റർസെപ്റ്റുമാണ്. ബജറ്റ് ലൈനിന്റെ ചരിവിനെ നമുക്ക് -P1/P2 എന്ന് രേഖപ്പെടുത്താം. ബജറ്റ് ലൈനിലുള്ള ഏതൊരു ബിന്ദുവും സൂചിപ്പിക്കുന്നത് ഒരു ഉപഭോക്താവിന് അയാളുടെ വരുമാനം പൂർണ്ണമായിട്ട് ഉപയോഗിച്ചുകൊണ്ട് വാങ്ങാൻ കഴിയുന്ന സാധനം ഒന്നിന്റെയും സാധനം രണ്ടിന്റെയും ബണ്ടിലുകളാണ്. ഈ ബണ്ടിലിനെയാണ് കാര്യക്ഷമമായിട്ടുള്ള ബണ്ടിൽ എന്നും പറയുന്നത്. അതായത് നമുക്ക് ബജറ്റ് ലൈൻ ഇക്വേഷൻ അറിയാം. P1 x1 പ്ലസ് P2 x2 ഈക്വൽ ടു m ആണ്. അതായത് വരുമാനത്തിന് തുല്യമോ അതിൽ കുറവോ അല്ലെ, അല്ലെങ്കിൽ നമുക്ക് വരുമാനം ഫുള്ളായിട്ട് ചെലവഴിച്ച് വാങ്ങാം. അപ്പം എപ്പോഴും ഒരു ഉപഭോക്താവ് തന്റെ വരുമാനം പൂർണ്ണമായിട്ട് ഉപയോഗിച്ചുകൊണ്ടാണ് ബജറ്റ് ലൈനിൽ എന്ത് ചെയ്യുന്നത്? സാധനങ്ങൾ വാങ്ങുന്നത് നമ്മൾ മനസ്സിലാക്കണം. അതേപോലെ ഈ
ബജറ്റ് ലൈനുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് കുറച്ച് കാര്യങ്ങൾ കൂടി മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇനി പറയാൻ പോകുന്നത്. ആ ഒരു പോയിന്റുകൾ കൂടി നിങ്ങൾ എഴുതി വെച്ച് തന്നെ മനസ്സിലാക്കി പഠിക്കാം. ഈ ബജറ്റ് ലൈനിന്റെ താഴെയുള്ള ഏതൊരു ബിന്ദു സൂചിപ്പിക്കുന്നത് എന്താണ്? ഒരു ഉപഭോക്താവിന് അയാളുടെ വരുമാനം പൂർണ്ണമായിട്ട് ഉപയോഗിക്കാതെ വാങ്ങുന്ന സാധനം ഒന്നിന്റെയും സാധനം രണ്ടിന്റെയും ബണ്ടിലുകളാണ് അല്ലെ. അതിനെ മേന്മ കുറഞ്ഞ ബണ്ടിലുകൾ എന്നറിയപ്പെടുന്നു എന്ന് മനസ്സിലാക്കാം. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ 4 കാര്യങ്ങൾ പറഞ്ഞതുപോലെ, അതായത് മേന്മ കൂടിയ ബണ്ടിലുകൾ, അതായത് കാര്യക്ഷമമായ ബണ്ടിലുകൾ അല്ലെ. സാധനം ഒന്നിന്റെയും സാധനം രണ്ടിന്റെയും ബണ്ടിലുകൾ, അതായത് ബജറ്റ് ലൈനിലുള്ള ഏതൊരു ബിന്ദുവും സൂചിപ്പിക്കുന്നത് എന്താണ്? ഒരു ഉപഭോക്താവിന് അയാളുടെ വരുമാനം പൂർണ്ണമായിട്ടും ഉപയോഗിച്ചുകൊണ്ട് വാങ്ങാൻ കഴിയുന്ന സാധനം ഒന്നിന്റെയും സാധനം രണ്ടിന്റെയും ബണ്ടിലുകളാണ്. ഈ ബണ്ടിലിനെ കാര്യക്ഷമമായിട്ടുള്ള ബണ്ടിൽ എന്നാണ് പറയുന്നത്, നമ്മൾ മനസ്സിലാക്കിയല്ലോ. അതേപോലെ ഈ ബജറ്റ് ലൈനിന്റെ താഴെയുള്ള ഏതൊരു ബിന്ദു സൂചിപ്പിക്കുന്നത് എന്താണ്? ഒരു ഉപഭോക്താവിന് അയാളുടെ വരുമാനം പൂർണ്ണമായിട്ട് ഉപയോഗിക്കാതെ വാങ്ങാവുന്ന സാധനം ഒന്നിന്റെയും സാധനം രണ്ടിന്റെയും ബണ്ടിലുകളാണ്. ഇതിനെയാണ് മേന്മ കുറഞ്ഞ ബണ്ടിലുകൾ എന്ന് വിളിക്കുന്നത്. അതേപോലെ ബജറ്റ് ലൈനിന്റെ മുകളിലുള്ള ഏതൊരു ബിന്ദു സൂചിപ്പിക്കുന്നത് ഒരു ഉപഭോക്താവിന് അയാളുടെ പരിമിതമായ വരുമാനം കൊണ്ട് വാങ്ങാൻ സാധിക്കാത്ത സാധനം ഒന്നിന്റെയും സാധനം രണ്ടിന്റെയും ബണ്ടിലുകളാണ്. ഇതിനെ മേന്മ കൂടിയ ബണ്ടിലുകൾ എന്ന് വിളിക്കുന്നത്. അതൊക്കെ നമുക്ക് സിമ്പിൾ ആണെങ്കിൽ മനസ്സിലാവും, ആ ഊഹിച്ചാൽ തന്നെ മനസ്സിലാവും അല്ലെ. അതായത് ഇപ്പൊ എൻ്റെ കയ്യിൽ എത്ര രൂപ വരുമാനം ഉണ്ടോ ആ വരുമാനത്തിനുള്ള സാധനം എനിക്ക് വാങ്ങാൻ പറ്റത്തുള്ളൂ. അതിൽ മുകളിലുള്ള സാധനം എന്ത് ചെയ്യാൻ പറ്റത്തില്ല, വാങ്ങാൻ പറ്റത്തില്ല. അതിനെ മേന്മ കൂടിയ ബണ്ടിലുകൾ എന്നറിയപ്പെടുന്നത്. അത്രേ ഉള്ളൂ. അതിന് താഴെയുള്ളത് എന്താണ്? മേന്മ കുറഞ്ഞ ബണ്ടിലുകളാണ്. ഓക്കെ. പിന്നീട് ബജറ്റ് ലൈനിന്റെ ഓരോ ബിന്ദുവും ഉപഭോക്താവിന്റെ വരുമാനം മുഴുവൻ ചെലവഴിക്കുന്ന ഉപഭോഗ ബണ്ടിലുകളെയാണ് സൂചിപ്പിക്കുന്നത്. അതായത് ആ ബജറ്റ് ലൈനിന്റെ ഓരോ ബിന്ദുവും എന്താണ് സൂചിപ്പിക്കുന്നത്? ഫുള്ള് വരുമാനം, അതായത് ഉപഭോക്താവിന്റെ വരുമാനം മുഴുവൻ ചെലവഴിക്കുന്ന ഉപഭോഗ ബണ്ടിലുകളെയാണ് സൂചിപ്പിക്കുന്നത്. അതിനാൽ ഒരു ഉപഭോക്താവിന് സാധനം ഒന്നിന്റെ ഒരു അധിക യൂണിറ്റ് വാങ്ങുന്നതിന് സാധനം രണ്ടിന്റെ കുറച്ചളവ് എന്ത് ചെയ്യുന്നു? ത്യജിക്കേണ്ടതായിട്ട് വരുന്നു. അപ്പം ഇപ്രകാരം സാധനം ഒന്നിന്റെ ഒരു അധിക യൂണിറ്റ് വാങ്ങുന്നതിന് വേണ്ടി ത്യജിക്കേണ്ടി വരുന്ന സാധനം രണ്ടിന്റെ അളവാണ് ബജറ്റ് ലൈനിന്റെ ചരിവെന്ന് പറയുന്നത്. ഇതൊക്കെ നമുക്കറിയാം. ഇത് ആ ഒരു വില അനുപാതത്തിന് തുല്യമായിരിക്കും. അപ്പൊ ഇതാണ് നമ്മൾ പറഞ്ഞു വന്ന സംഭവം. അപ്പൊ അത് സിമ്പിൾ ആണല്ലോ. അതേപോലെ നമ്മൾ ഇനി നോക്കാൻ പോകുന്നത് ബജറ്റ് സെറ്റിലെ മാറ്റങ്ങളാണ്, ചേഞ്ചസ് ഇൻ ബജറ്റ് സെറ്റ്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ മനസ്സിലാക്കിയാൽ മാത്രമേ നമുക്ക് അടുത്തൊരു ഇതിലേക്ക് പോകാൻ പറ്റത്തുള്ളൂ. ബജറ്റ് സെറ്റിലെ മാറ്റങ്ങളിലേക്ക് നമുക്ക് പോകാൻ പറ്റത്തുള്ളൂ. ഒരു ഉപഭോക്താവിന് ലഭ്യമായ സാധനങ്ങളുടെ ഉപഭോഗ ബണ്ടിലുകൾ പ്രധാനമായിട്ട് 2 ഘടകങ്ങളെ ആശ്രയിച്ചിരിക്കുന്നു എന്ന് മനസ്സിലാക്കുക. എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ, ഒന്ന് ഉപഭോക്താവിന്റെ വരുമാനത്തിൽ വരുന്ന മാറ്റം, 2 സാധനങ്ങളുടെ വിലയിൽ വരുന്ന മാറ്റം. അതായത് ഉപഭോക്താവിന് വരുമാനത്തിൽ കൂടുതൽ വരുമാനം കിട്ടുകയാണ്, ശമ്പളം കൂടി. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ നേരത്തെ വരച്ച ബജറ്റ് ലൈൻ എന്ത് ചെയ്യുന്നു? വലത്തോട്ട് അങ്ങ് മാറും. അതായത് നമ്മൾ സാധനം കൂടുതൽ അളവുകൾ, സാധനം ഒന്നിന്റെയും രണ്ടിന്റെയും അളവുകൾ തോനെ വാങ്ങുമ്പോൾ ബജറ്റ് സെറ്റിൽ എന്ത് ചെയ്യും? മാറ്റം വരും, വലത്തോട്ട് മാറും. ഇനി നമുക്ക് അതുപോലെ സാധനങ്ങളുടെ വിലയിലും അത് നമുക്ക് വരുമാനത്തിൽ മാറ്റമൊന്നുമില്ല, പക്ഷെ സാധനങ്ങളുടെ വില കുറഞ്ഞു. അപ്പോഴും നമുക്ക് എന്ത് ചെയ്യാം? കൂടുതൽ സാധനങ്ങൾ വാങ്ങാം. അപ്പോഴും ബജറ്റ് സെറ്റ് എന്ത് ചെയ്യുന്നു? വലത്തോട്ട് മാറും. ഇനി ഇതിന് ഓപ്പോസിറ്റ് നമ്മൾ സംഭവിക്കുന്നത് പറഞ്ഞാൽ, ഉപഭോക്താവിന്റെ വരുമാനം കുറഞ്ഞു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? ബജറ്റ് സെറ്റ് താഴോട്ട് ഇറങ്ങും. സംഭവം നമ്മൾ ചിന്തിച്ചാൽ മതി. നമുക്ക് ഇപ്പം 5 യൂണിറ്റ് സാധനം നമ്മൾ വാങ്ങിച്ചുകൊണ്ടിരിക്കുകയാണ്, നമ്മുടെ വരുമാനം കുറഞ്ഞപ്പോൾ നമുക്ക് 5 യൂണിറ്റ് വാങ്ങാൻ വരുമാനം ഇല്ലെങ്കിൽ നമ്മൾ 4 യൂണിറ്റേ വാങ്ങത്തുള്ളൂ. അപ്പൊ എന്ത് സംഭവിക്കും? ആ ഗ്രാഫ് താപ്പോട്ട് വരും. അതുപോലെ തന്നെ സാധനത്തിന്റെ വില കൂടി കഴിഞ്ഞാൽ വരുമാനം മാറിയില്ല, സാധനത്തിന്റെ വില കൂടി, അപ്പോൾ നമുക്ക് അത്ര സാധനം മേടിക്കാനുള്ള പൈസ ഇല്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്നു? അതിൽ കുറഞ്ഞ അളവ് കുറവായിരിക്കും മേടിക്കുന്നത്. അപ്പൊ ആ ഗ്രാഫ് എന്ത് ചെയ്യും? താപ്പോട്ട് ഇറങ്ങും. അത്രേ ഉള്ളൂ. അത് സിമ്പിൾ ആണ്. അതായത് ഉപഭോക്താവിന്റെ വരുമാനത്തിലെ മാറ്റങ്ങളെ നമുക്ക് 2ആയിട്ട് തിരിക്കാന്ന് പറഞ്ഞു. വരുമാനത്തിലെ മാറ്റങ്ങൾ വരുമാനത്തിനുണ്ടാകുന്ന വർധനമെന്നും വരുമാനത്തിനുണ്ടാകുന്ന കുറവെന്നും നമുക്ക് 2ആയിട്ട് തിരിക്കാം. വരുമാനം വർദ്ധിക്കുമ്പോൾ ബജറ്റ് ലൈൻ എന്ത് സംഭവിക്കുന്നു? വെർട്ടിക്കൽ ഇന്റർസെപ്റ്റിന്റെയും ഹൊറിസോണ്ടൽ ഇന്റർസെപ്റ്റിന്റെയും മൂല്യം വർദ്ധിക്കുന്നു. അതായത് പുതിയ ബജറ്റ് ലൈൻ പഴയ ബജറ്റിൽ നിന്നും സമാന്തരമായിട്ട് എന്ത് ചെയ്യുന്നു? വലത്തേക്ക് മാറും. വിലയിൽ മാറ്റമില്ലാത്തത് കൊണ്ട് ബജറ്റ് ലൈനിന്റെ ചരിവിലൊന്നും മാറ്റം ഉണ്ടാവത്തില്ല. പക്ഷേ പുതിയ ബജറ്റ് ലൈൻ പഴയ ബജറ്റിൽ നിന്ന് എന്ത് ചെയ്യുന്നു? സമാന്തരമായിട്ട് വലത്തോട്ട് മാറും. ചരിവിൽ മാറ്റമൊന്നും ഉണ്ടാവത്തില്ല. ഇപ്പൊ ആ ഒരു ഗ്രാഫ് നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും, എം എന്നത് എം പ്രൈം ആയിട്ട് മാറി അല്ലേ. എം പ്രൈം എന്നാണ് അവിടെ ആ എമ്മിന്റെ മുകളിൽ ഒരു വര കണ്ടോ, അതിന് പ്രൈം എന്നാണ് പറയുന്നത്. അപ്പൊ എം എന്നത് എന്താണ്? എം പ്രൈം എന്നതിലേക്ക്, അതായത് ഉപഭോക്താവിന്റെ വർദ്ധിച്ച വരുമാനത്തെയാണ് സൂചിപ്പിക്കുന്നത്. അതായത് എം ബൈ പി വൺ എന്ന് പറയുന്നത് എന്തായി? എം പ്രൈം ബൈ പി വൺ ആയി അല്ലെ. അതുപോലെ M2 അങ്ങോട്ട് മാറും. അപ്പൊ നമ്മുടെ ഇക്വേഷന് മാറ്റം നോക്കുക, P1 x1 പ്ലസ് P2 x2 ഈക്വൽ ടു എം പ്രൈം ആയിട്ട് മാറി. ഓക്കെ. അപ്പൊ ആ ഒരു ഗ്രാഫ് കണ്ടപ്പോൾ നിങ്ങൾക്ക് അത് മനസ്സിലായി. ഇനി വരുമാനം കുറയുമ്പോൾ എന്ത് സംഭവിക്കും? ബജറ്റ് ലൈൻ ഇടത്തേക്ക് മാറുമെന്ന് നമ്മൾ പറഞ്ഞു. വരുമാനം എമ്മിൽ നിന്ന് എം പ്രൈം ആയിട്ട്, അതായത് ലെസ് ദാൻ എം ആയിട്ട്, അല്ലെങ്കിൽ എം പ്രൈം ആയിട്ട് ലെസ് ദാൻ എം ആയിട്ട് എന്ത് ചെയ്യുന്നു? മാറുന്നു, തിരിച്ച് താപ്പോട്ട് ഇറങ്ങുന്നു. അപ്പൊ സിമ്പിൾ ആണ്. ഞാൻ കണ്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് അത് മനസ്സിലായി. അതേപോലെ ഇനി നമ്മൾ പറഞ്ഞു വരുമാനം കുറയുമ്പോൾ ബജറ്റ് ലൈൻ വരുമ്പോൾ മാറ്റം. വരുമാനം കൂടുമ്പോൾ ഉള്ള കാര്യം പറഞ്ഞത്. ഇനി വരുമാനം കുറയുമ്പോൾ എന്ത് സംഭവിക്കുന്നു വെച്ചാൽ, വെർട്ടിക്കൽ ഇന്റർസെപ്റ്റിന്റെയും ഹൊറിസോണ്ടൽ ഇന്റർസെപ്റ്റിന്റെയും മൂല്യം എന്ത് ചെയ്യുന്നു? കുറയുന്നു. പുതിയ ബജറ്റ് ലൈൻ എന്ത് ചെയ്യുന്നു? ഇടത്തോട്ട് മാറുന്നു. ബജറ്റ് ലൈനിന്റെ ചരിവ് സ്ഥിരമായിട്ട് നിലനിൽക്കും, പക്ഷേ ബജറ്റ് ലൈൻ എന്ത് ചെയ്യുന്നു? ഇടത്തോട്ട് മാറുന്നു.
അത് നമ്മൾ മനസ്സിലാക്കണം. ഇനി വിലയിലുണ്ടാകുന്ന മാറ്റങ്ങൾ, വിലയിൽ മാറ്റം ഉണ്ടാകുന്ന സമയത്ത് എന്ന് നോക്കാം. വിലയിലുണ്ടാകുന്ന മാറ്റങ്ങൾ നമുക്ക് രണ്ടായിട്ട് തിരിക്കാം. സാധനം ഒന്നിന്റെ വിലയിൽ വർധനവ് സംഭവിക്കാം, അതേപോലെ സാധനം ഒന്നിന്റെ വിലയിലെ കുറവും സംഭവിക്കാം, അല്ലേ? സാധനം ഒന്നിന്റെ വിലയിലെ വർധനവ് മൂലം ബജറ്റ് ലൈൻ എന്ത് സംഭവിക്കും? അതായത് വെർട്ടിക്കൽ ഇന്റർസെപ്റ്റിൽ മാറ്റം ഒന്നും സംഭവിക്കുന്നില്ല. ഇപ്പം സാധനം ഒന്നിൽ മാത്രമാണ് മാറ്റം സംഭവിക്കുന്നത്, സാധനം രണ്ടിനകത്ത് വില ഒന്നും മാറുന്നില്ല, അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ചേഞ്ച് ഒന്നും ഉണ്ടാകുന്നില്ലെങ്കിൽ സാധനം ഒന്നിന്റെ വിലയിൽ മാത്രമാണ് വർധന ഉണ്ടായെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ ബജറ്റ് ലൈൻ എന്ത് മാറ്റം ഉണ്ടാവും? വെർട്ടിക്കൽ ഇന്റർസെപ്റ്റിൽ മാറ്റങ്ങളൊന്നും സംഭവിക്കുന്നില്ല. കാരണം വെർട്ടിക്കൽ ഇന്റർസെപ്റ്റ് നമ്മൾ പറഞ്ഞു സാധനം രണ്ടിന്റെ അളവാണ്, അല്ലേ? സാധനം ഒന്നിന് മാത്രമേ മാറ്റം സംഭവിക്കുന്നുള്ളൂ, സാധനം ഒന്നിന്റെ മാത്രമേ വില കൂടിയുള്ളൂ, സാധനം രണ്ടിന്റെ വില കൂടിയതോ കുറഞ്ഞതോ ഒന്നുമില്ല. അപ്പൊ സാധനം ഒന്നിന്റെ വില കൂടുകയാണ്. അപ്പം ആ ഒരു ഒന്നിന്റെ വില കൂടിയപ്പോൾ എന്ത് ചെയ്യുന്നു? ബജറ്റ് ലൈൻ എന്ത് സംഭവിക്കും? വെർട്ടിക്കൽ ഇന്റർസെപ്റ്റിനകത്ത് മാറ്റം ഒന്നും വരുന്നില്ല, ഹൊറിസോണ്ടൽ ഇന്റർസെപ്റ്റ് മാറ്റം എന്ത് ചെയ്യുന്നു? മാറ്റം സംഭവിക്കുന്നത്. അതായത് ഹൊറിസോണ്ടൽ ഇന്റർസെപ്റ്റ് എന്ത് ചെയ്യുന്നു? മൂല്യം കുറയുന്നു. വെർട്ടിക്കൽ ഇന്റർസെപ്റ്റ് എന്ത് ചെയ്യുന്നുണ്ട്? അത് M/P2 ആയിട്ട് തന്നെ നിലനിൽക്കും. ഹൊറിസോണ്ടൽ ഇന്റർസെപ്റ്റ്, താഴത്തെ ആ ഹൊറിസോണ്ടൽ ഇന്റർസെപ്റ്റ് എന്ത് ചെയ്യുന്നു? മൂല്യം കുറയുന്നു. M/P1 എന്നുള്ളത് എന്ത് ചെയ്യുന്നു? M/P1 പ്രൈം ആയിട്ട് അകത്തേക്ക് മാറും. ബജറ്റ് ലൈനിന്റെ ചരിവ് എന്ത് ചെയ്യുന്നു? കൂടുന്നു, അല്ലെ? കുത്തനെ ആവുകയും ചെയ്യും. ആ ഒരു ഗ്രാഫ് ആകുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അതേപോലെ വിലയിൽ കുറവ് സംഭവിച്ചാൽ എന്ത് സംഭവിക്കും? വെർട്ടിക്കൽ ഇന്റർസെപ്റ്റ് മാറ്റമൊന്നുമില്ല, കാരണം വെർട്ടിക്കൽ ഇന്റർസെപ്റ്റ് സാധനം രണ്ടാണ്, അവിടെ മാറ്റമൊന്നുമില്ല. സാധനം ഒന്നിന്റെ വിലയിലാണ് കുറവ് സംഭവിച്ചിരിക്കുന്നതെങ്കിൽ ഹൊറിസോണ്ടൽ ഇന്റർസെപ്റ്റ് എന്ത് ചെയ്യുന്നു? കൂടും, അല്ലെ? സാധനം ഒന്നിന്റെ വില കുറഞ്ഞാൽ ഹൊറിസോണ്ടൽ ഇന്റർസെപ്റ്റ് എന്ത് ചെയ്യൂടെ? കൂടും. കൂടുതൽ സാധനം നമ്മൾ മേടിക്കും, അപ്പം എന്ത് ചെയ്യുന്നു? ചരിവ് കൂടും. അതുപോലെ ബജറ്റ് ലൈനിന്റെ ചരിവ് എന്ത് ചെയ്യുന്നു? ആ ചരിവ് കുറയും, പക്ഷെ എന്ത് ചെയ്യും? സാധനത്തിന്റെ അളവ് കൂടും. അതായത് M/P1 എന്നുള്ളത് എന്തായി? M/P1 പ്രൈം ആയിട്ട് മാറും. ഇനി സാധനം രണ്ടിന്റെ വില കൂടിയാൽ, അപ്പൊ ഇതിന് ഓപ്പോസിറ്റ് ചിന്തിച്ചാൽ മതി. ഇപ്പം നിങ്ങൾക്ക് ഈ ഒരു കാര്യം മനസ്സിലായി. അത് ഒന്നിന്റെ വിലയിലെ വർധനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമുക്ക് മനസ്സിലായി, സാധനം ഒന്നിന്റെ വിലയിലെ വർധനവ് സംഭവിച്ചാലും സാധനം ഒന്നിന്റെ വിലയിൽ കുറവ് സംഭവിച്ചാലും ഹൊറിസോണ്ടൽ ഇന്റർസെപ്റ്റിനും വെർട്ടിക്കൽ ഇന്റർസെപ്റ്റിനും വരുന്ന മാറ്റങ്ങൾ എന്താണെന്ന് നമുക്ക് മനസ്സിലായി. ഇനി സാധനം രണ്ടിന്റെ വില കൂടിയാലും കുറഞ്ഞാലും എന്താണ് സംഭവിക്കുന്നത് നോക്കുക. ഇതിന് ഓപ്പോസിറ്റ് ആയിരിക്കും. വെർട്ടിക്കൽ ഇന്റർസെപ്റ്റ് എന്ത് ചെയ്യുന്നു? കുറയുന്നു, അല്ലെ? ഹൊറിസോണ്ടൽ ഇന്റർസെപ്റ്റ് എന്ത് ചെയ്യുന്നു? മാറ്റമില്ലാതെ തുടരും, ചരിവ് കൂടും. ഈ സാധനം രണ്ടിന്റെ വില കുറഞ്ഞാൽ എന്ത് സംഭവിക്കും? വെർട്ടിക്കൽ ഇന്റർസെപ്റ്റ് കൂടും, ഹൊറിസോണ്ടലിന് മാറ്റമില്ലാതെ തുടരും, ചരിവ് കുറയും. ഇത് സിമ്പിൾ ആണ്. നിങ്ങൾ എഴുതി വെച്ച് തന്നെ നിങ്ങളൊന്ന് മനസ്സിലാക്കുക, ആ ഗ്രാഫൊക്കെ ഒന്ന് വരച്ച് മനസ്സിലാക്കി നോക്കുക. അപ്പൊ ഇത്രയും കാര്യങ്ങൾ ഇന്ന് പറഞ്ഞ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായി എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. എന്തൊക്കെയാണ് നമ്മൾ പറയുന്നത്? ഉപയുക്തതയുടെ അളവുകൾ നമ്മൾ മനസ്സിലാക്കി, മൊത്തം ഉപയുക്തതയിൽ നിന്നും സീമാന്ത ഉപയുക്തതയിൽ നിന്നും നമുക്ക് ഉപയുക്തതയുടെ അളവുകളെ രണ്ടായിട്ട് തിരിക്കാമെന്ന് മനസ്സിലാക്കി. അതേപോലെ നിസ്സംഗതാ വക്രം അല്ലെങ്കിൽ ഉദാസീനത വക്രം, ഇൻഡിഫറൻസ് കർവ് എന്താണെന്ന് മനസ്സിലാക്കി. അതേപോലെ സീമാന്ത പ്രതിസ്ഥാപന നിരക്ക്, മാർജിനൽ റേറ്റ് ഓഫ് സബ്സ്റ്റിറ്റ്യൂഷൻ എന്താണെന്ന് പറഞ്ഞു. ഏകദാന മുൻഗണന, മോണോട്ടോണിക് പ്രിഫറൻസ് എന്താണെന്ന് പറഞ്ഞു. നിസ്സംഗതാ ഭൂപടം, ഇൻഡിഫറൻസ് മാപ്പ് എന്താണെന്ന് പറഞ്ഞു. നിസ്സംഗതാ വക്രത്തിന്റെ സവിശേഷതകൾ പറഞ്ഞു. അതുപോലെ ഉപഭോക്താവിന്റെ ബജറ്റ് സെറ്റ്, ബജറ്റ് പരിധി, ബജറ്റ് സെറ്റിന്റെ സമവാക്യം, ബജറ്റ് ലൈൻ എന്താണ്, അതേപോലെ തന്നെ ബജറ്റ് ലൈനിന്റെ ചരിവുകളും ഒരു മുതലാളിത്ത സമ്പദ് വ്യവസ്ഥയിലെ വിവിധ മേഖലകളുടെ അളവുകളും എന്തൊക്കെയാണ് കാര്യങ്ങളെന്ന് മനസ്സിലാക്കി. അതുപോലെ തന്നെ ഹൊറിസോണ്ടൽ ഇന്റർസെപ്റ്റും വെർട്ടിക്കൽ ഇന്റർസെപ്റ്റും എങ്ങനെ കാണാമെന്നും അതുമായിട്ട് ബന്ധപ്പെട്ട ഇക്വേഷൻ നമ്മൾ നോക്കി. ബജറ്റ് ലൈനിന്റെ സവിശേഷതകൾ എന്താണെന്ന് നോക്കി, ഇല്ലേ? അതേപോലെ ബജറ്റ് സെറ്റിനുണ്ടാകുന്ന മാറ്റങ്ങൾ എന്തെല്ലാമാണെന്നും നമ്മൾ നോക്കിയിട്ടുണ്ട്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾക്ക് ഈ ഒരു ക്ലാസ്സിൽ ഞാൻ പറഞ്ഞു തന്നത്. ഇനി അടുത്ത ക്ലാസ്സിൽ നമ്മൾ ചോദനവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളും അതേപോലെ അതിന്റെ അനുബന്ധ വിഭവങ്ങൾ, ഉപഭോക്താവിന്റെ വരുമാനം, അങ്ങനെ കുറെ കാര്യങ്ങളുണ്ട്. അതിനകത്ത് നമുക്ക് കുറെ കാര്യങ്ങളൊക്കെ പഠിക്കാനുണ്ട്. ചോദനത്തിന്റെ വിലയിലാസ്തികത തുടങ്ങിയ കാര്യങ്ങളൊക്കെ നമുക്ക് ചർച്ച ചെയ്യാം. അപ്പൊ ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് ഉപകാരമാണെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്യുക, മറ്റുള്ള കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യുക.